നാമത്തിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും എൻ്റെ ഇടയനാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥിക്കാം. ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്ന ഓരോ ദിവസവും വലിയ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുന്നു. രോഗസൗഖ്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. എല്ലാ കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് കൃപ തരുന്നു. ഞാൻ ഓരോ ദിവസവും പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങളാണ് നമ്മളെ കർത്താവിൽ വളരുവാൻ കഴിയാതാക്കുന്നത്. ആ തടസ്സങ്ങളെ നീക്കുവാൻ 9 കൃപാവരങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ വര പഠനത്തെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രാർത്ഥനയെപ്പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഫെബ്രുവരിയിൽ നടക്കുന്ന എറണാകുളത്തും കൊല്ലത്തും നടക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വലിയ മഹത്വം പിന്നീടും ചില സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ മീറ്റിങ്ങുകൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹിതം പോലെ എല്ലാം നടക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ശുശ്രൂഷയിൽ കൈത്താങ്ങേണ്ടതിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെയും പ്രാർത്ഥനാ സഹായത്തിലൊക്കെ ആളുകളെ, പ്രാർത്ഥനയ്ക്കല്ല ഓരോ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതിന് ആളുകളെ വേണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ കൂടുതലും വന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടിയതാണോ അതോ നിങ്ങൾ മാറിക്കയറുകയാണെങ്കിൽ സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. ഒത്തിരി ആളുകളെ കാണാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ തന്നെ ശുശ്രൂഷകൾ ഒരുമിച്ച് കൂടുവാൻ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെയും സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ അതിൽ പങ്കുചേർന്നെങ്കിൽ വലിയ സന്തോഷം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, പ്രതിഫലം കർത്താവ് തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ഞാനൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു കാലഘട്ടത്തിൽ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം തന്നെയാണ്. കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടേ എല്ലാം ചെയ്യാവുള്ളൂ. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ഇവിടെയായിത്തീരും. ആമേൻ. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. തുടർമാനമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വരുന്നു. നമുക്കിന്നും പ്രാർത്ഥിക്കാം. നമ്മൾ കൃപാവരങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ പലവിധ ഓരോരോ വരങ്ങളെപ്പറ്റി ലാസ്റ്റ് നമ്മൾ കേട്ട വരവാണ് അന്യഭാഷ. പലവിധ 2 തരം ഭാഷകളെപ്പറ്റി നമ്മൾ കേട്ടു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും അത് ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്കത് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. 2 തരത്തിലുള്ള ഭാഷാവരങ്ങളെപ്പറ്റി കേട്ടു. മനുഷ്യൻ്റെ ഭാഷ, മനുഷ്യൻ ഇതുവരെ നിങ്ങൾക്ക് പല ഭാഷകൾ നിങ്ങൾക്ക് അനായാസമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചോണം, അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇത് പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണിത് പ്രവർത്തിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ് ഈ എല്ലാ കൃപാവരങ്ങളെയും കർത്താവ് നമ്മുടെ നടുവിലൊക്കെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് പ്രയത്നിക്കണം. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ മതി. സുവിശേഷം ചെയ്യുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഇവിടെ നമ്മൾ ഇന്നലെ കേട്ട ഭാഗത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് 9 കൃപാവരങ്ങളെപ്പറ്റി കേട്ടു. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ 7 ആത്മാക്കളെ പറ്റി കേൾക്കാം. ബൈബിളിൽ 7 ആത്മാക്കൾ നമ്മളെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന 7 ആത്മാക്കളുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്കത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് 9 കൃപാവരങ്ങളെപ്പറ്റി നാം കേട്ടു. ഇനി 7 ആത്മാക്കളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ തുടർമാനമായിട്ട് കേൾക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കൃപാവരം? നമ്മൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ദൈവദാസന്മാരുടെ അടുക്കൽ പോകാറുണ്ടല്ലേ, പ്രാർത്ഥിച്ചിട്ട് കർത്താവിൽ നിന്നൊരു അനുഗ്രഹം നേടാൻ വേണ്ടിയും കർത്താവിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ആലോചന കേൾക്കാൻ വേണ്ടിയും എൻ്റെ വീട്ടിനെ പറ്റി, കുഞ്ഞുങ്ങളെ പറ്റി, അല്ലെങ്കിൽ ദൈവത്തിന് എന്താണോ എന്നെപ്പറ്റിയുള്ള ഏറ്റവും നല്ലൊരു വാക്കാണ്, ദൈവത്തിന് എന്താണോ ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി പറയാനുള്ളത് അത് കേൾക്കുവാൻ വേണ്ടി പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഒത്തിരി ഓടി തളരാറുണ്ട്. പലപ്പോഴും ചിലർക്കത് ലഭിക്കാറുണ്ട്, ചിലർക്കത് കിട്ടാറില്ല. അപ്പം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ?
എനിക്ക് ആഗ്രഹമുണ്ട് ബ്രദർ. ആമേൻ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, കർത്താവിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിവുള്ള വ്യക്തി എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് അനേകരെ അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്ന വ്യക്തികളാണ്. നമുക്ക് എന്തുകൊണ്ടാണ്, നിങ്ങൾ എപ്പോഴും ഓർത്തിട്ടുണ്ടോ, അപ്പോസ്തോല പ്രവൃത്തികളൊക്കെ വായിക്കുന്ന സമയത്ത് അന്ന് പ്രവർത്തിച്ചതുപോലെ, അന്ന് നടന്നതുപോലെ, ഇപ്പം നമ്മൾ കൊരിന്ത്യ സഭയെ പറ്റി കേട്ടല്ലോ. കൊരിന്ത്യ സഭയിൽ ഒത്തിരി കുഴപ്പങ്ങളുണ്ടെങ്കിലും പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണ് നിങ്ങൾ. അവരെയാണ് പൗലോസ് പിന്നെയും പ്രോത്സാഹിപ്പിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തിക്ക് എല്ലാ കൃപാവരങ്ങളും ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ അത് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്ത് ഉത്തരവാണ് കിട്ടിയത്? നിങ്ങൾക്ക് എന്ത് ഉത്തരവാണ് കിട്ടിയത്? നിങ്ങൾ ഇവിടെ നോക്കിക്കോണം. നിങ്ങൾ കുറവുകൾ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൊരിന്ത്യ സഭയെ പറ്റി പറഞ്ഞേക്കുന്നത് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ആ സഭയിലുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ. പരസ്പരം പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, തമ്മിൽ യുദ്ധം ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരുണ്ടായിരുന്നു. പൗലോസ് അങ്ങോട്ട് മാറുമ്പോൾ പൗലോസിനെ പറ്റി കുറ്റം പറയുന്ന ആളുകൾ ആ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, കുറവ് നോക്കിയാണെങ്കിൽ നിങ്ങളാണോ ഭേദം, അവരാണോ ഭേദം? ഞങ്ങളാണ് ഭേദം. അപ്പൊ ഇത് കുറവ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് പൗലോസ് ലീഗ അവിടെ ശകാരിച്ചു പറയുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ആ വാക്കൊന്ന് വ്യാഖ്യാനിച്ച് നോക്കി, എന്താ അവിടെ പൗലോസ് പറഞ്ഞെന്ന്. അത്രത്തോളം മ്ലേച്ഛത നടക്കുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. എന്നാൽ അവിടെ ഒരു കൃപാവരത്തിനും കുറവില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കൃപാവരവും കുറവുമായിട്ട് അവിടെ ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞില്ല തുടക്കത്തിൽ ബ്രദറെ ഞങ്ങളുടെ കുറവുകളായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ചു, നിങ്ങളാണോ ഭേദം, അവരാണോ ഭേദമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചാടി ഉത്തരം പറഞ്ഞു, ഞങ്ങളാണ് ഭേദം. കാരണം എന്താണ്? അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനപ്രകാരമുള്ള തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ വീണ്ടും ഒരു ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ദൈവപ്രവൃത്തി കാണാത്തത്? അപ്പോൾ തന്നെ ഓർത്താൽ മതി, നിങ്ങളുടെ കുറവ് അവിടെ വിഷയമല്ല. എന്നും പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ല, അത് ചെയ്യണമെന്നല്ല പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത്. പൗലോസ് ലീഗ അവിടെ തിരുത്തുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവൻ തെറ്റ് തിരുത്തണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രണ്ടാമത് പൗലോസ് അവരെ തിരുത്തി ഉപദേശിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആ വിഷയമെന്ന് പൗലോസ് അവരെ ശകാരിച്ചതിന് ശേഷം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന്, നാം അഭിഷേകത്തിന് കീഴ്പ്പെടണം. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു, അയ്യോ ബ്രദർ, ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രദർ ഒരു 10-60 വയസ്സുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരാളാണെന്നൊക്കെയാണ് പലരും ചിന്തിച്ചത് എന്നെ നേരി കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ബ്രദറിന് എൻ്റെ അത്രയും ലോകപരിചയമൊന്നും കാണത്തില്ല, എൻ്റെ അത്രയും ഒക്കെ ജീവിതം കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ഞാൻ ബ്രദറിനേക്കാൾ എത്രയോ ഓണം ഉണ്ടതാ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമ്മുടെ വീട്ടിലേക്കുന്നൊരു അഭിഷേകമുണ്ട്. നാം അഭിഷേകത്തെ അനുസരിക്കുകയും അഭിഷേകത്തിന് കീഴ്പ്പെടുകയും ചെയ്താൽ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നാം അഭിഷേകത്തിന് കീഴ്പ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പൗലോസ് ലീഗ അവരെ ശകാരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റിനെ സപ്പോർട്ട് ചെയ്യില്ല, കൊള്ളാം, നിങ്ങളിനി ആരും അറിയാതെ ചെയ്തോണമെന്നല്ല പറഞ്ഞത്, ചെയ്യരുത്. പബ്ലിക്കായിട്ട് പൗലോസ് ലീഗ എല്ലാവരും കേൾക്കുക, അവരുടെ പേര് പറയും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരാളുടെയും പേര് പറഞ്ഞു ഒരാളൊരു തെറ്റ് ചെയ്താൽ എപ്പോഴും മിസ്റ്റേക്കുകൾ സംഭവിക്കാം. എനിക്കുമൊക്കെ നിങ്ങൾക്കുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ തെറ്റ് പറ്റുമ്പോൾ അത് തിരുത്തുന്നത് വ്യക്തിപരമായ വ്യക്തിയോട് പറയണം. വ്യക്തിപരമായി നിങ്ങൾക്ക് പറയാൻ കഴിയാതെ നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്ന് ലൈവിൽ ആ വ്യക്തിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവ് ലൂസിഫറിൻ്റെ ആത്മാവാണ്. പിശാചിനാണ് അപവാദം പറയുകയും മറ്റുള്ളവൻ്റെ, എനിക്കിപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങൾ തിരിക്കണം, എൻ്റെ സഹോദരനാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ് ആ ബ്രദർ. അതുകൊണ്ട് ആ ബ്രദറിനൊരു തെറ്റ് പറ്റുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ, അല്ലേലും അവൻ അതൊക്കെ വരണം, അവൻ എന്നെ അഹങ്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെക്കാം, അവനെ കൈത്താങ്ങണം. അവന് വീഴ്ച പറ്റുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതെ, സഹോദര അത് ചെയ്തത് തെറ്റാകട്ടോ എന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറയണം, ഇനി ഞങ്ങൾ ആവർത്തിക്കും. ഇനി അദ്ദേഹം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
അയാളത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം എന്നോട് പറഞ്ഞിട്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഉടനെ ഫേസ്ബുക്കിലിട്ട് അയാൾ ഭയങ്കര കള്ളനാണ് പറയില്ല. അവന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട സഹോദരർ തെറ്റുപറ്റിയാൽ നിങ്ങൾ ഒരിക്കലും മൈക്ക് സെറ്റ് മേടിച്ച് എന്ത് ചെയ്യത്തില്ല, അത് പറയത്തില്ല. അപ്പോൾ പൗലോസ് എന്താ ചെയ്തത്? അവിടെയുള്ള വ്യക്തികളെ പൗലോസ് ശകാരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, മൂപ്പന്മാരെന്ന് പറയുന്നുള്ളൂ. പൗലോസിന് വേണമെങ്കിൽ അയാളുടെ പേര് പറയാമല്ലോ ബൈബിളിൽ. എന്തുകൊണ്ട് അയാളുടെ പേര് പറയാത്തത്? പൗലോസ് പറയുകയാണ് അവന് മാനസാന്തരത്തിന് അവസരം കൊടുക്കുകയാണ്, അവന് മാറി വരുവാൻ അവസരം കൊടുക്കുകയാണ്. ഒന്ന്, പൗലോസ് ജനിപ്പിച്ച മക്കളാണതെല്ലാം. അതായത് പൗലോസ് സുവിശേഷം പറഞ്ഞ് പൗലോസ് സ്നാനപ്പെടുത്തി പൗലോസ് ലീഗ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന മക്കളായതുകൊണ്ട് അവരെ ശകാരിക്കുവാൻ പൗലോസിന് അധികാരമുണ്ട്. പൗലോസിന് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശിക്കുവാൻ പറ്റും, അവരെ വഴക്ക് പറയാൻ പറ്റും. കാര്യം പൗലോസ് അവരെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിയാണ്. എന്നിട്ട് അതിനുശേഷം അവരെ ഉപദേശിച്ചതിന് ശേഷം പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കൃപാവരങ്ങളെക്കുറിച്ച് വാഞ്ചിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ആളുകളാണ് അപ്പോസ്തലന്മാർ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവർ. അപ്പം നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ കൃപാവരങ്ങൾ പ്രവർത്തിക്കാത്തത്? ഇനി നിങ്ങൾ പറ. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇനി എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാത്തത്? അതിനുള്ള സമയം ഈശോയിലല്ലാത്തതുകൊണ്ട്, ഈശോയിൽ ആഗ്രഹിക്കാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിൽ ഇത് പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാന ഘടകം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ നേരെ ഒരു ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയിട്ടൊന്ന് മടങ്ങി വരാം. നിങ്ങൾ ഈ വാക്യം കണ്ടോണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെ 12-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിനോട് പറയുകയാണ്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതും ഞാൻ ഈ പറഞ്ഞ കൊരിന്ത്യ ലേഖനവുമായിട്ട് എന്താണ് ബന്ധം? അബ്രഹാം പിതാവിനെ പറ്റി നമുക്കറിയാം. അബ്രഹാം പിതാവിനോട് ദൈവം അരുളി ചെയ്തു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. നമുക്ക് ഈ ദേശത്തെപ്പറ്റി എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. അത് താൻ എങ്ങോട്ടാണ് പോകുന്നത്? കനാനെന്ന് ദൈവം പറഞ്ഞു, വാഗ്ദത്ത ദേശം എന്നൊക്കെ ദൈവം പറഞ്ഞുവെങ്കിലും താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അബ്രഹാം അറിയുന്നില്ല. തന്നോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്തേക്ക് ദൈവം വാഗ്ദത്ത പ്രദേശത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ അബ്രഹാമിനോട് ഇറങ്ങാൻ പറഞ്ഞപ്പം അബ്രഹാം തനിക്ക് എങ്ങോട്ടാണ് താൻ പോകുന്നതെന്ന് താൻ അറിയുന്നില്ല. അപ്പോൾ ഇതും 9 കൃപാവരവുമായിട്ട് എന്താണ് ബന്ധം? ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നാളും പറഞ്ഞു, നമ്മുടെ കംഫർട്ട് സോണുകൾ നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളെയും തടസ്സപ്പെടുത്തുവാൻ ഒരു കാരണമാണ്. ഞാൻ ഇവിടെ പറയാറില്ലേ, എന്തുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ ആളുകൾ, നിങ്ങൾ കണ്ടിട്ടില്ലേ വാർത്ത, വിശ്വാസത്യാഗം, അതായത് ഇവർ യേശുവിൽ നിന്നും വിട്ട് ഒരു മതവും വേണ്ട, ഞങ്ങൾ ഏകനായി ജീവിക്കുന്നത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ കൂട്ടം കൂട്ടമായിട്ടും ദൈവത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിനെ ഉപേക്ഷിച്ചിട്ട് അവർ യേശുവില്ല, ലോകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് പോകാൻ കാരണം വൺ ടച്ച് സൊസൈറ്റി എന്ന് പറയും. അതായത് എല്ലാം വിരൽ തുമ്പിൽ ടച്ച് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ടെക്നോളജി വളർന്നു, ദൈവമില്ലെങ്കിലും ജീവിക്കാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിച്ചേരുവാൻ തുടങ്ങി. അപ്പോൾ പലരും അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പലരും അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഓഫീസിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു 2000 രൂപയുടെ ആവശ്യം വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഒരു 2000 രൂപ ആവശ്യം നിങ്ങളുടെ പോക്കറ്റിലില്ല, നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മക്കളുടെ കയ്യിലില്ല, എന്നാ ചെയ്യും? അപ്പൊ നമ്മൾ കിട്ടുന്നോടം വരെ ചോദിക്കും. നമ്മുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ, കർത്താവേ ആരെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് പൈസ തരണം. അപ്പം നമ്മൾ കുറേ പേരെ വിളിക്കും. ആ 10 പേരെ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ നമുക്ക് കൈവായ്പ തരും, അല്ലെ ഇവിടെ നിന്നെങ്കിലൊക്കെ മറിച്ച് നമുക്ക് തരും. എന്നാൽ നിങ്ങളിവിടെ നോക്കിക്കോണം, അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് പറയുകയാണ്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച്
ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് പറയണം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അങ്ങനെ ഇറങ്ങിയാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി തീർക്കും. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായാലേ വിളിക്കപ്പെട്ടാറേ അതനുസരിച്ചു എവിടേക്ക് പോകുന്നു താൻ അറിഞ്ഞില്ല. അതായത് ഇന്നാൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്യം. അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെ വിട്ട് വളരെ ദൂരം യാത്ര ചെയ്തു. താൻ ഹാരാനിൽ പുറപ്പെടുമ്പോൾ തനിക്ക് 75 വയസ്സായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. താൻ എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല. അപ്പം താൻ ചെല്ലുന്ന പട്ടണത്തിൽ പെട്ടെന്ന് തനിക്കൊരു ആവശ്യം വന്നു. പെട്ടെന്നൊരാവശ്യം വന്നു. അബ്രഹാം ആരോട് വായ്പ ചോദിക്കും? ദൈവത്തോട് ചോദിക്കും. വേറെ ആരോടും ചോദിക്കാനില്ല. ദൈവത്തോട് ചോദിക്കും. അതെന്താ ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നത്? അബ്രഹാമിന് കൈവായ്പ മേടിക്കാൻ വേണ്ടി എത്ര ആൾക്കാർ അവിടെയുണ്ട്? ഇല്ല. അബ്രഹാമിന് കൈവായ്പ മേടിക്കാൻ വേണ്ടി പിതൃഭവനത്തിലോ ചാർച്ചക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരോ ആരുമില്ല. താൻ തൻ്റെ പിതൃഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് താൻ എങ്ങോട്ടാ പോകുന്നെന്ന് പോലും അറിയാതെ വളരെ ദൂരം തൻ്റെ ഭാര്യയും കൊണ്ട് 75-ാമത്തെ വയസ്സിൽ താൻ ഹാരാനിൽ നിന്നും പുറപ്പെട്ടു. ആമേൻ. കൽദേറ പട്ടണമായ ഊരിൽ നിന്നും പിന്നീട് ഹാരാനിലെത്തി. അവിടുന്ന് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പുറപ്പെട്ടു. അപ്പം ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ അബ്രഹാമിൻ്റെ അകത്ത് ടെൻഷൻ വരുമ്പം അബ്രഹാമിന് കൈവായ്പ മേടിക്കാൻ വേണ്ടി ആരുമില്ല. ശ്രദ്ധിച്ചോണം, അബ്രഹാമിന് കൈവായ്പ മേടിക്കാൻ ആരുമില്ല. ഓടിച്ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് തരാൻ പറഞ്ഞാൽ അടുത്ത് മെഡിക്കൽ സ്റ്റോറില്ല. ഇനി ഓടിപ്പോയിട്ട് കാഷ്വാലിറ്റി കാണിക്കാൻ വേണ്ടി അടുത്ത് മെഡിക്കൽ കോളേജില്ല. ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഹോമിയോ അലോപ്പതിയോ ഏതെങ്കിലും നോക്കാൻ വേണ്ടി അടുത്ത് കൺസൾട്ട് ചെയ്യാൻ ആളില്ല. മരുഭൂമി യാത്രയാണ്. ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് തമ്പടിക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ അബ്രഹാമിൻ്റെ ആടുമാടുകളെ കാണുമ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ അവരാരാ, ചിലപ്പോൾ അബ്രഹാമിന് പറയുന്ന ഭാഷയായിരിക്കത്തില്ല. കൽദേറ പട്ടണമായ ഊരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖാണ് കേട്ടോ. ഇന്നത്തെ ഇറാഖാണ്, അന്ന് ഊരെന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ പട്ടണത്തിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇവർ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പല ഭാഷ ഉപയോഗിക്കുന്നവരുണ്ട്. അവിടെ ചെതറിപ്പോയ പല ഭാഷക്കാരുണ്ട്. ആൾക്കാർ ചിലപ്പം നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ അടുത്തേക്ക്, ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലേ, നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും ഗോത്രത്തിൽ പിറന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മലയാളം ഭാഷ അറിയാത്ത ഒരാളുടെ അടുക്കലേക്ക് നിങ്ങളോട് വന്ന് ഇച്ചിരി വെള്ളം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ ഇല്ലയോ? അയാൾ വെള്ളം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? ചിലർ ഭയങ്കര ബുദ്ധിമാന്മാരുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കറക്റ്റ് ഉത്തരം പറഞ്ഞു. എനിക്ക് പിന്നെ വെള്ളമാണോ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? പുള്ളി വന്നിട്ട് വെള്ളമാണോ ചോദിക്കുന്നത് എനിക്ക് എങ്ങനെ? അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ഏതോ ഒരു ഗോത്രത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് വെള്ളം ചോദിച്ചാൽ അത് വെള്ളമാണെന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പം അബ്രഹാം താൻ എങ്ങോട്ട് പോകുന്നു താൻ പുറപ്പെടുമ്പോൾ താൻ എവിടെ ചെല്ലുന്ന പട്ടണങ്ങളിൽ പല ഭാഷക്കാരുണ്ട്, പല ജാതികളുണ്ടെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം താൻ പോകുന്ന സ്ഥലങ്ങളിൽ തൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധി ഉള്ളപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാവോ? കൂടുതലും ദൈവവുമായിട്ട് താൻ ബന്ധപ്പെടുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് വൈഫിനൊരു മേലാഴിക വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് നീ താ എന്ന് പറഞ്ഞ് മേടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി നമുക്കിനി നേരെ കൊരിന്ത്യ സഭയിലേക്ക് വരാം. കൊരിന്ത്യ സഭയിൽ പൗലോസ് ലീഗ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? തുടക്കത്തിലെ വാക്യം നോക്കി, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേ, ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ കൃപാവരങ്ങൾ ഏതൊക്കെയാണ്? കൃപാവരങ്ങൾ ഓരോരുത്തരും ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുവന് ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം, വേറൊരുത്തന് വിശ്വാസത്തിന്റെ വചനം, മറ്റൊരുവന് രോഗശാന്തി വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തിയുടെ വരം, മറ്റൊരുവന് പ്രവചന വരം, മറ്റൊരുവന് വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷാവരം. അതായത് നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. മെഡിക്കൽ സ്റ്റോറും ഇല്ല, ഡോക്ടറും ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കൊരിന്ത്യക്കാരൻ വന്ന് താമസിക്കുക. അവന് ഒരു രക്ഷയില്ല. അവനൊരു മിഷണറി ആയിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. അവന് നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എവിടെയാണ് ഡോക്ടർ ഉള്ളത് നോക്കിയപ്പോൾ ആരോ പറഞ്ഞു, ഇവിടുന്ന് ഒരു 500 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏതോ ഒരു വൈദ്യനുണ്ടെന്ന് ഞാനൊരു 10 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്. അവിടം വരെ ചെല്ലണേ തന്നെ വണ്ടിയില്ല, ഒന്നുമില്ല. ഉടനെ ആ മനുഷ്യൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ, എന്ത് ചെയ്യും അവൻ? ദൈവത്തോട് വിശ്വാസത്താൽ ചോദിക്കണം. അവൻ ദൈവത്തെ വിളിക്കത്തില്ല. അവൻ ഉടനെ എന്ത് ചെയ്യും? അവൻ പെട്ടെന്ന് തിരിച്ചറിയും, എൻ്റെ അകത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഉണ്ട്, രോഗശാന്തിയുടെ വരം ദൈവം തന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിലുള്ള കംഫർട്ട് സോണുകളാണ് പലപ്പോഴും നമ്മളെ വെറും ഒരു ക്രിസ്തീയ വിശ്വാസിയാക്കി കിടത്തിക്കളയുന്നത്.
പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇറച്ചി കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇറച്ചി കഴിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും രോഗം വന്നാൽ നമ്മൾ എന്നെ എടുക്കും, നേരെ ഡോക്ടറെ കാണും. ഡോക്ടർ പറയും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതും ഇതും കിഡ്നി എല്ലാം പോകാം. ഉടനെ എന്ത് ചെയ്യും? ഡോക്ടർ പറയും സ്കാൻ ചെയ്യണം, അത് ചെയ്യണം. ഉടനെ നമ്മൾ ബ്രദറെ വിളിച്ച്, ബ്രദറെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാം, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടതാ? സ്വതന്ത്രം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു കൊരുതിയ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാ. പോകണ്ട. അബ്രഹാമിന് കൂടെ യാത്ര ചെയ്യുന്ന ലോത്താന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു, പെട്ടെന്ന് ഒരു കൈവേദന വന്നു, പെട്ടെന്ന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് വന്നു. അബ്രഹാം നോക്കിയിട്ട് അടുത്തൊരു മനുഷ്യൻ പോലും ഇല്ല, എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റി ഇല്ല, വിളിക്കാൻ ആംബുലൻസ് ഇല്ല, ഒരു ഫെസിലിറ്റി ഇല്ലാത്ത മരുഭൂമിയിൽ അബ്രഹാം പെട്ടിരിക്കുക. പെട്ടെന്ന് കൊരിന്ത്യ പട്ടണത്തിൽ ഒരു വരുവന ഇങ്ങനെ അവൻ ഉടനെ ചിന്തിക്കും, കർത്താവേ എൻ്റെ അകത്തൊരു കൃപാ വരമുണ്ടല്ലോ, ഏതാ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഉണ്ടല്ലോ, രോഗശാന്തിയുടെ വരമുണ്ടല്ലോ. ആ വരവ് എന്ത് ചെയ്യും? അവൻ കൂടുതൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാക്കി മാറ്റും. മനസ്സിലായോ? നമ്മൾ ഗുളിക കഴിക്കുന്ന ഒരു ശീലമാക്കുന്നത് പോലെ നമുക്ക് എന്ത് സംഭവിക്കും? പ്രാർത്ഥന ഒരു ശീലമാക്കി മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്കിപ്പം കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തത്? നമുക്ക് കൃപാവരങ്ങളെക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് കൃപാവരങ്ങളെക്കാൾ ഉപയോഗമായിട്ടുള്ള തൊട്ടടുത്ത് ഇപ്പോൾ ഹോസ്പിറ്റലില്ലേ? ഇങ്ങനൊന്നും കുറ്റം പറയില്ല കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചോണം. തൊട്ടടുത്ത് നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ അവരെ ഒന്നും ഞാൻ വിമർശിക്കുവല്ല, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം, ഞാൻ ആരെയും വിമർശിക്കുവല്ല. ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമ്മൾ പറയത്തില്ലേ പാട്ടൊക്കെ പാടുമ്പോൾ, നമ്മളൊരു പാട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു പാട്ട് പാടുമ്പോൾ പറയത്തില്ല, അന്നത്തെ നാളിൽ വെളിപ്പെട്ടതുപോലെ എന്ത് ചെയ്യണം, ഇന്നും വെളിപ്പെടാനൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? പരിശുദ്ധാത്മാവ് റെഡി ഏത് കാലഘട്ടത്തിലും. പക്ഷെ നമുക്ക് സൗകര്യങ്ങൾ കൂടിക്കൂടി പോയി. നമ്മുടെ വിരൽത്തുമ്പിലേക്ക് പലതും വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കത്തില്ലേ, ശരിയാ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ കൂടുതൽ അവർ എന്ത് ചെയ്തത്? ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചത് വിശ്വാസത്താലാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ ജ്വലിപ്പിച്ച രാജ്യങ്ങളിൽ മെയിൻ രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലാണ് സുവിശേഷം അവരാണ് ലോകത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ബൈബിൾ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നമുക്കറിയാം ഹെൻറി ബേക്കറും ബെഞ്ചമിൻ ബീലിയൊക്കെയാണ്. അവരൊക്കെ ബ്രിട്ടനിൽ നിന്ന് വന്നവരാ. ഇന്ന് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് മാറുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? അവർക്ക് ദൈവത്തെ വേണ്ട, കാര്യം ഫെസിലിറ്റികൾ കൂടി. നിങ്ങൾക്കറിയാമോ, ഞാൻ കോവിഡ് വന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് കിട്ടാത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആൻറ്റിബയോട്ടിക് ചോദിക്കാൻ പേടിയാണ്. കാര്യം ആൻറ്റിബയോട്ടിക് ചോദിച്ചാൽ ഉടനെ മെഡിക്കൽ സ്റ്റോറുകാരൻ നേരെ എന്ത് ചെയ്യും? ഉടനെ നമ്മൾ ആരോഗ്യ വകുപ്പിനെ വിളിക്കും. ഇവിടെ ഒരുത്തൻ ആൻറ്റിബയോട്ടിക് ചോദിക്കാൻ വന്നിരിക്കും, ഇവനെന്തോ കോവിഡ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഈ പേടി കൊണ്ട് പലരും എന്ത് ചെയ്തു? മെഡിക്കൽ സ്റ്റോറിൽ പോകാതായി. ഓർമ്മയുണ്ടോ? മെഡിക്കൽ സ്റ്റോറുകളിൽ പോകാൻ പേടിയാണ്. കാര്യം മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തുമ്മലിൻ്റെ മരുന്ന് ചോദിക്കാൻ പേടിയാ, പാരസിറ്റാമോൾ ചോദിക്കാൻ പേടിയാണ്. കാര്യം അങ്ങാനും ചോദിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ഉടനെ എന്ത് ചെയ്യും? ആരോഗ്യവകുപ്പിനെ വിളിക്കും. പിന്നെ അവിടെ എന്ത് ചെയ്യും? ലോക്ക്ഡൗൺ ആയി, ക്വാറന്റൈൻ ആയി, പിന്നെ വലിയ വിഷയം. അതുകൊണ്ട് നമുക്ക് പേടിയാണ് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ചോട്ടെ, ഇനി അങ്ങോട്ട് അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്തൊരു കാലഘട്ടം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് വൈഫ് ഹൗസിലോട്ട് പോകുന്ന സമയത്ത് വഴിനീളെ പോലീസാണ്. അന്ന് കുഞ്ഞ് ഉണ്ട്, ഒരു വയസ്സായിട്ടുള്ളവന്. വഴിനീളെ പോലീസാണ്. ഞാൻ അതുവരെ ചുമ്മാ കൂളായിട്ട് പൊക്കോണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ വഴിനീളെ പോലീസ് വഴിതിരിച്ചു വിടുന്നു. അവരെ കാണാതെ എന്ത് ചെയ്യുന്നു? അതിരാവിലെ പോകുവാൻ വേണ്ടി നോക്കുന്നു, അവർ തടയുന്നു. എമർജൻസി ആയിട്ട് എനിക്ക് പോകണമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വഴി മൊത്തം തടസ്സങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഇനി വരുമ്പോൾ അപ്പം നിങ്ങൾ കിടന്ന് വട്ടം കറങ്ങും. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിൽ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ല എങ്കിൽ അന്ന് എന്ത് സംഭവിക്കുമെന്നറിയാവോ? പിശാച് നിങ്ങളിട്ട് തട്ടിക്കളിക്കും. പിന്നെ കിടന്ന് നിലവിളി മാത്രം, കർത്താവേ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കും വിശ്വാസ ത്യാഗങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അവസാനം എന്ത്? ഈ ദൈവം ഒന്നും ജീവിക്കുന്നൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ കാണട്ടെ. കാര്യം എന്താ? നമ്മളെ ഓടിച്ചെന്ന് എമർജൻസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ വളരണമെന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിലെ ഫെസിലിറ്റികൾ, ഹൈ ഫെസിലിറ്റികൾ, നമ്മുടെ മുമ്പിലുള്ള കംഫർട്ട് സോണുകൾ നമ്മളെ എന്ത് ചെയ്യും? ദൈവപ്രവർത്തികൾക്ക് തടസ്സമുണ്ടാകും. ഇതെല്ലാം നല്ലതാണ് കേട്ടോ, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങൾ മറക്കരുത്, പ്രയോറിറ്റി മറന്നു പോകരുത്. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് നീ എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. നീ എന്തിനാ പോകുന്നതെന്നറിയാവോ? അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. ഹല്ലേലൂയ. എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. അപ്പം അറിയാതെ എന്തിനാ ഇറങ്ങിയത്? ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാമെ, പോകുന്ന വഴിക്ക് ഒരു സിംഹം വന്ന് ആക്രമിച്ച്, ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്നത്തെ കാലഘട്ടം അറിയാലോ. ഇന്ന് സിംഹം എന്നൊക്കെ പറഞ്ഞാൽ കാട്ടില്ല. ഇവർ പോകുന്ന വഴി നാടാണോ കാടാണോ ടാർ റോഡൊന്നുമല്ല.
എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. പൗലോസ്ലീഹ പോലും പറഞ്ഞത് മൃഗയുദ്ധം തനിക്ക് ഉണ്ടായെന്നാണ് പറഞ്ഞത്, മൃഗയുദ്ധം. അപ്പം അദ്ദേഹം കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം കാട്ടുവഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പല അനർത്ഥങ്ങൾ മറഞ്ഞിരിക്കുമ്പോഴും അബ്രഹാമെ എന്തിനാണ് ഇറങ്ങിപ്പെട്ടത്? ആ കൽദേറ പട്ടണമായ ഊരിൽ തേരകൻ്റെ മകനായിട്ട് ആ ഉള്ള വിഗ്രഹങ്ങളെ വിറ്റ് അതിലേക്ക് ഇറങ്ങി നടന്നാൽ പോരായിരുന്നു? ഏതായാലും വയസ്സായില്ലേ, അവിടെ എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നു? എന്തിനാണ് ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടത്? അതുപോലെ ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതാണ് ഏറ്റവും വലിയ എനിക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക്. നിങ്ങൾ 12-ാം അധ്യായം നോക്കിയേ. നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ അബ്രഹാം വലിയൊരു ജാതി ആണോ? അല്ല. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അപ്പൊ അതിനർത്ഥം പേര് വലുതായോ? നീ അനുഗ്രഹമാകും. അപ്പൊ അനുഗ്രഹമായോ? ഇല്ല. അപ്പൊ ദൈവം അനുഗ്രഹം കൊടുത്തുമില്ല, എല്ലാം വിട്ടേച്ച് ഇറങ്ങാനും കൂടെ പറഞ്ഞു. ഇതാണ് വിശ്വാസ ജീവിതം. ഒരു വ്യക്തി സ്നാനപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട മർമ്മം, ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ച് വേണം. അല്ലാതെ അവരും ഇവരുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ തടസ്സം നിങ്ങളുടെ കംഫർട്ട് സോണുകളാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശീലിക്കണം. നിങ്ങൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന വ്യക്തികളായിരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കൊച്ചിൻ്റെ കല്യാണം വരുമ്പോൾ ഏതെങ്കിലും ദേവദാസന്റെ പുറകെ നടന്ന് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെ പോകാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചുകൂടെ ദൈവം? കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ അതിനെപ്പറ്റി ബോധേഡല്ല. നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കും? നിങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് വില കൊടുത്തത്, എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടെ വേണ്ടിയാ. ഇതെല്ലാം നമ്മൾ ഒറ്റ വാക്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യും. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ നിത്യത മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിത്യത വേണം, നിത്യത നമുക്ക് അനുഗ്രഹമാണ്, നിത്യത നമുക്ക് പോകണം. പക്ഷേ നിത്യജീവൻ ലഭിച്ച വ്യക്തി, നിങ്ങളൊന്ന് ആലോചിച്ച് ദൈവത്തോടു കൂടെ ഇനി എണ്ണക്കൂടാത്ത വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി പോവാ നിത്യതയിൽ. ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ദൈവത്തിൻ്റെ കൂടെ കയറാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച നിങ്ങൾക്ക് ഇന്ന് എന്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൂടാ? ആമേൻ. അപ്പോൾ കൊരിന്ത്യ സഭയെ പൗലോസ്ലീഹ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന പ്രവൃത്തികൾ ഇന്ന് ലോകത്തിൽ നടക്കാത്തതിൻ്റെ കാരണം അന്നത്തെക്കാളും ഫെസിലിറ്റി. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഫെസിലിറ്റികൾ നമ്മളെ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ ഫെസിലിറ്റി നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞു, സൂം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇന്ന് കൂടാൻ പറ്റിയത്, നല്ലതല്ലേ? കമ്പ്യൂട്ടറും ഫോണും എല്ലാം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാം പ്രാർത്ഥനയെ കൂടാൻ പറ്റും. അപ്പോൾ ടെക്നോളജി തെറ്റാണോ? അല്ല. ടെക്നോളജി വളരുമ്പോൾ മറന്നു പോകരുത്, നിങ്ങൾ ടെക്നോളജിയിൽ ജീവിക്കുന്നവരല്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നവരെന്ന് മറന്നു പോകരുത്. ആമേൻ. അപ്പോൾ കൃപാവരങ്ങളെ അത് നിങ്ങൾ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മേഖല മറ്റൊന്നുമല്ല, നിങ്ങളുടെ കംഫർട്ട് സോണുകളാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും എന്താ? നിങ്ങളുടെ വിഷയങ്ങൾ മാറണമെന്നുള്ളതല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. നിങ്ങളുടെ വിഷയങ്ങളെ മാറാനുള്ളതെല്ലാം ഈ കൃപാവരങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രവചന വരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരുടെയും ജീവിതത്തിൽ തടസ്സങ്ങളെ മാറ്റി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് പോകുവാൻ ദൈവം സഹായിച്ച വരങ്ങളിൽ ഒന്നാണ് പ്രവചനം. ഇങ്ങനെ ഈ കൃപാവരങ്ങൾ, ഈ 9 കൃപാവരങ്ങളും കൃപയാൽ ഉപയോഗിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലെല്ലാം ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞവനായെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോവുക. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ചോദിച്ചത്, നമുക്ക് കൈവായ്പ കിട്ടാൻ വേണ്ടി ഒത്തിരി സാധ്യതയുണ്ടല്ലേ? 2000 രൂപയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തിൻ്റെ ലിസ്റ്റിൽ ഒരു 50 പേരോട് ഫോൺ ചെയ്ത് വെച്ചാൽ ഒരാളെങ്കിലും വേണ്ട, 50 പേര് 100 രൂപ വെച്ച് തന്നാൽ പോലും എന്തുണ്ട്? തീർന്ന് നമ്മുടെ കടവ അല്ലേ? നമ്മൾ ചോദിച്ചതിൻ്റെ ഇരട്ടിയായി. അപ്പം വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഇനി ആരും തന്നില്ലേ എന്നാ എടുക്കും? നിങ്ങൾ പറ, ആരും തന്നില്ലെങ്കിൽ ആ കാശ് ആരും തന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തോട് ചോദിക്കും, ദൈവം നടത്തി തരും. നമ്മൾ എപ്പോഴാണ് ദൈവം നടത്തി തരുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്? നമ്മൾ ചോദിച്ചവരാരും നമുക്ക് തരാഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്തു? പയ്യെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നതെന്നറിയാവോ? വന്നിട്ട് നമ്മൾ ദൈവത്തോട് കരയുക. കർത്താവ് 2000 കിട്ടിയില്ലെങ്കിൽ എനിക്കിനി ആത്മഹത്യ, ദൈവത്തെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. എനിക്കിനി ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല കർത്താവ്, ഇനി മരണമല്ലാതെ. ആത്മഹത്യ ചെയ്താൽ ആർക്കാണ് നഷ്ടം? ദൈവത്തിനാണ് നഷ്ടം. ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ നേരെ പോകുന്നത് ധനവാന്റെ ലാസറിന്റെ ഉപമയ്ക്കകത്ത് ധനവാൻ ചെല്ലുന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ കിടക്കുന്ന മുഴുവൻ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ അവസ്ഥ അതാ.
അങ്ങോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ദൈവത്തെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. അവിടെ നിങ്ങൾ വിശ്വാസി ആദ്യം പഠിക്കേണ്ടത് ആരാണ് ദൈവം. അല്ലാതെ നിങ്ങൾ ഓടി വന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു 150 സ്ഥലത്തോട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നടക്കും. ചിലരുണ്ട് 150 സ്ഥലത്തോട്ട് ഇങ്ങനെ എവിടെ നോക്കിയാലും കറങ്ങി നടക്കുന്നത്, ചെണ്ടപ്പുറത്ത് കോല് കുത്തുന്ന പോലെ. എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അവിടെ അനുഗ്രഹം, ഇവിടെ അനുഗ്രഹം, ഇവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, എന്നിട്ട് വല്ലതും കിട്ടിയോ? അതുമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട്, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവശബ്ദം കേൾക്കുവാൻ പഠിക്കണം. അതിനെങ്ങനെയാണ് നമുക്ക് കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ദൈവത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ യേശുവിൻ്റെ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ യേശു ആണ് എൻ്റെ ഉടമസ്ഥനെന്നും ഞാൻ യേശുവിൻ്റെ ഉടമസ്ഥതയിലുള്ള വകയാണെന്നും കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. അപ്പോൾ നിങ്ങളെ ഇനി നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ദൈവത്തിനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ നടക്കണം? നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാക്കി നടക്കണം. അപ്പോൾ ദൈവത്തിലുള്ള സാധ്യതകളെ നിങ്ങൾ അന്വേഷിക്കണം. ദൈവത്തിലുള്ള സാധ്യതകളെ നിങ്ങൾ അന്വേഷിക്കുന്നവരാകണം. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ബ്രദർ ഏതാ? യൂട്യൂബിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് പ്രവചിക്കുന്ന ബ്രദർ ആര്? ഉടനെ യൂട്യൂബിൽ തപ്പുമ്പോൾ ഒരു ബ്രദറിന് നമ്പർ കിട്ടി. ആ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രെയർ ലൈൻ ആയിരുന്നു. അവർ പറഞ്ഞു ബ്രദറിനെ കിട്ടത്തൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദൈവത്തോട് പറയുന്നത്, ബ്രദറെ ആ ബ്രദറിനെ കിട്ടിയില്ല കർത്താവേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് കുറവാ ബ്രദറെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കുറവാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ തലങ്ങും വിലങ്ങും നിന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ ഭീഷണിപ്പെടുത്തുന്ന കണ്ടിട്ടുണ്ടോ? കർത്താവേ എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് അത്ഭുതം വേണം. ശ്രദ്ധിക്കുക, വളരെ റിലാക്സ് ചെയ്യുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അപ്പോസ്തലന്മാർ സുവിശേഷവുമായിട്ട് പോയത് തന്നെ നിങ്ങൾ ചരിത്രങ്ങൾ എപ്പോഴും പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തി എപ്പോഴും വായിക്കണം. സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇന്നീ കാണുന്നത് പോലെ പള്ളികളോ കൂട്ടായ്മകളോ ഇന്നീ കാണുന്ന ശവക്കോട്ടകളോ ആലയങ്ങളോ മന്ദിരങ്ങളോ ഒന്നുമില്ല ലോകത്തിലും. ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞില്ല, കൊരിന്ത്യ പട്ടണം എന്ന് പറഞ്ഞാൽ തന്നെ മ്ലേച്ഛതകൾ നിറഞ്ഞൊരു പട്ടണമാണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ, അവിടുത്തെ ദേവന്റെ മുമ്പിൽ അവിടെയുള്ള പ്രായം തികഞ്ഞ സ്ത്രീകളെ, സഹോദരിമാരെ കൊണ്ടുവന്ന് ആ ദേവദാസി സമ്പ്രദായങ്ങൾ പോലെ ഏൽപ്പിക്കുന്ന ഒരു മ്ലേച്ഛകരമായ പട്ടണമാണ്. അവരുടെ വരുമാനം അതുതന്നെയാണ്. അവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾ ആ സഹോദരിമാരെ ഉപയോഗിക്കുകയും പണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മ്ലേച്ഛകരമായ ഒരു പട്ടണമായിരുന്നു. ആണുങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്യ പട്ടണം. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടുത്തെ തലമുറകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അങ്ങനെ മ്ലേച്ഛകരമായ ഒരു പട്ടണത്തിലേക്കാണ് പൗലോസ് ലീഗ സുവിശേഷവുമായിട്ട് ചെല്ലുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പട്ടണത്തിലേക്ക് അത്രയും മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ ഇടയിലോട്ടാണ് പൗലോസ് സുവിശേഷവുമായിട്ട് ചെല്ലുക. കൈവീശിപ്പുവല്ല, 9 കൃപാവരങ്ങളെയും 7 ആത്മാക്കളെയും സുവിശേഷത്തിന്റെ ശക്തിയുമായിട്ടാണ് പൗലോസ് അവിടെ ചെല്ലുന്നത്. അത്രയും മ്ലേച്ഛകരമായ പട്ടണത്തെ ഇളക്കി മറിച്ചു പൗലോസ്. ആ ദേശത്തിൽ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചു. അവരെ ക്രിസ്തുവിൽ അദ്ദേഹം വളർത്തി. അവർക്ക് മാനസാന്തരം കൊടുത്തു ദൈവം. അവരുടെ സ്വഭാവം മാറി. അതുവരെ ശരീരം വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ത് ചെയ്തു? യേശുവിലേക്ക് വന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പുരുഷന്മാർ മാനസാന്തരപ്പെട്ടു. അവരുടെ കുടുംബജീവിതം മാറാൻ തുടങ്ങി. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അവരെ പൗലോസ് പഠിപ്പിച്ചു ദൈവത്തിൽ ജീവിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇവർക്ക് നെകളം കയറി പിന്നീട് അവർ പിന്മാറി പോകുന്നത്. അപ്പോഴും പൗലോസ് അവരെ ശകാരിക്കുകയാണ്, നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ കൂടെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കയ്യിൽ മരുന്ന് മേടിക്കാൻ കാശുള്ളത് അല്ലേ, ഞാൻ ഒന്നും തെറ്റല്ല പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നാളെ മുതൽ നിങ്ങൾ ഇതിനെല്ലാം ബ്രദർ എതിര് പറഞ്ഞതൊരു ആശയമല്ല. നമ്മൾ ഓരോ ദിവസവും വളരണം. അതിനുവേണ്ടി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പഠിക്കണം. കൃപാവരങ്ങളെ ഉപയോഗിക്കാൻ പഠിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ, അതാണ് സുവിശേഷം ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊരു ശീലമാക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഈ 9 കൃപാവരങ്ങളെയും ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ എളുപ്പം പറഞ്ഞു തരാം. നിങ്ങളിപ്പം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കുക, ആ പ്രശ്നത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കർത്താവേ ആ വ്യക്തിയുടെ പ്രശ്നം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ ഈ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ആ വ്യക്തിയുടെ തകർന്ന ജീവിതങ്ങൾ നന്നാകട്ടെ. എന്നിട്ട് അയാളെ വചനം പറഞ്ഞ് ബലപ്പെടും. സഹോദരാ, യേശു ക്രിസ്തു നിനക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്, നിനക്കറിയാവോ? നീ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് സങ്കടപ്പെട്ട് ഭാരപ്പെടുമെന്നും വേണ്ട. നിന്റെ തകർച്ച മാറാൻ വേണ്ടി യേശു നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു.
നിനക്ക് വേണ്ടി യേശു രോഗിയായി തീർന്നു. നിന്റെ രോഗം മാറാൻ വേണ്ടിയാണ് യേശു മുറിവേറ്റത്. യേശു ഉയർത്തെഴുന്നേറ്റത് നീ നന്നായിട്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവനെ ബലപ്പെടുത്തി അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കണം. കർത്താവേ, ഇവനോട് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോടൊന്ന് സംസാരിക്കണം. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കാര്യം നിങ്ങളുടെ ആഗ്രഹം എന്തുവാ? അവൻ യേശുവിൽ അവൻ്റെ തകർന്ന ജീവിതത്തിൽ നന്നാകണം. ദൈവം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? അവനോട് ഇപ്പം ദൈവം എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒന്നും വെളിപ്പെടുത്തില്ലെന്ന് വിചാരിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ബ്രദർ ഈ പറയുന്ന പോലൊന്നും ഞാനൊന്നും കണ്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് അതിൻ്റെ അർത്ഥം. അവനോട് വചനം പറഞ്ഞാൽ മാത്രം മതി എന്നർത്ഥം. അപ്പോൾ അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറെ അവിടെയും ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി വചനം പറയുക എന്നുള്ള. പക്ഷെ മൂന്നാമത്തെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുന്നു. അവനോട് ചോദിക്ക്, സഹോദര എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, നീയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉടനെ അവൻ പറയും, ആ ഒരു കാര്യം ഞാനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, കണ്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങളുടെ അകത്തിരുന്ന പ്രവചന ആത്മാവ് അല്ലെങ്കിൽ വേർഡ് ഓഫ് വിസ്ഡം, ഇത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് കാര്യം 10 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്നതായിരിക്കും. ആ നടന്നതിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ നിങ്ങളെ സഹായിച്ചത് 9 കൃപാവരങ്ങളിൽ ഒന്നാമത്തെ കൃപാവരമായ വേർഡ് ഓഫ് വിസ്ഡമാണ്. അത് കഴിഞ്ഞു പോയ കാര്യത്തെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സഹായിക്കുന്നത് വേർഡ് ഓഫ് വിസ്ഡമാണ്. ഇനി അടുത്തതായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നിലധികം പെട്ടെന്ന് ഓർമ്മയിലേക്ക് ചില കാര്യം വരത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയും ചെയ്യും. അപ്പം നമുക്ക് പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് പ്രവചനം. അപ്പോൾ ഇതെങ്ങനെയാണ് കൂടുതൽ ഇപ്പം എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കും തോറും ഇത് നമ്മളിൽ വളരെ ഷാർപ്പാകാൻ തുടങ്ങും. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങളകത്തേക്കുന്ന കൃപാവരങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കും തോറും തേഞ്ഞു തീരുവാണെങ്കിൽ ദൈവത്തിൻ്റെ ആയുധമായ കൃപാവരങ്ങൾ ഉപയോഗിക്കും തോറും എല്ലാ ദിവസവും അതിന് മൂർച്ച കൂടും. ഇപ്പം എല്ലാം തുരുമ്പെടുത്തിരിക്കുക. ആമേൻ. അപ്പോൾ ഈ 9 കൃപാവരങ്ങൾ എങ്ങനെ നിങ്ങളെ സഹായിക്കും? നിങ്ങൾക്ക് ശ്രദ്ധിച്ചോണം. മറ്റൊരുവത്തിന് വീര്യപ്രവർത്തികളുടെ വരം. ഇപ്പം നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് ആ വാക്യം ഞാൻ എടുത്തില്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? പഴയ നിയമത്തിൽ ഏലീഷ പോയിട്ട് സറാഫാത്തിലെ വിധവ എടുക്ക പോയിട്ട് എലിയാവ് അവിടെ ചെന്നിട്ട് നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എണ്ണ മാത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുന്ന ഒരു രംഗമുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്ത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് ആരെങ്കിലും ഒന്ന് എടുക്കുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സറാഫാത്തിലെ വിധവ എടുക്ക ചെന്നിട്ട് രാജാക്കന്മാരുടെ പുസ്തകം ഞാൻ എടുക്കണോ, നിങ്ങൾ എടുക്കുമോ? ബിൻസി സഹോദരി വേഗത്തിൽ അത് എടുത്തല്ലോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ആ വാക്യം ഒന്ന് കാണിക്കാവേ. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. എല്ലാവരും ആ വാക്യം എടുത്തോണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. യഹോവ മഴ പെയ്ക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കളഞ്ഞു പോകത്തില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അവൻ ചെന്ന് ഏലിയ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ അവനും വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം ഈ കാണാപ്പാടമാണ്. ഏലിയാവിൻ്റെ കാക്കയും അപ്പവും ഒക്കെ നമുക്കെല്ലാം കാണാപ്പാടം അല്ലേ. ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ അകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല, ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്രയേ ഉള്ളൂ? നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് നോക്കിയേ, അവിടെ എത്രയേ ഉള്ളൂ? ആ വചനം വെച്ചെന്ന് എണ്ണ എത്രയുണ്ട് അവിടെ? ഒരു തുരുത്തി എണ്ണ മാത്രമല്ലാതെ എനിക്ക് അവിടെ അപ്പവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏലിയാവ് ഭയപ്പെടണം, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. ആദ്യം നീ എനിക്ക് ചെറിയൊരു വട കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് കുറയത്തില്ല, എണ്ണ
എണ്ണ വറ്റിപ്പോകുകയും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അരുളിച്ചെയ്യുന്നു. അവർ ചെയ്തതുപോലെ അങ്ങനെ അവളും അവൻ്റെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തതുപോലെ തന്നെ വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞതുമില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, എണ്ണ കുറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുപ്പി വെളിച്ചെണ്ണ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഓരോ ദിവസം എടുക്കും തോറും എണ്ണ കുറയും. പക്ഷെ ഇവിടെ ഭരണിയിലെ എണ്ണ കുറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, എന്ത് മാജിക്കാണ് അവിടെ ചെയ്തത്? അല്പം എണ്ണ മാത്രം ഇരുന്നതിൻ്റെ അകത്ത് ഉള്ള എണ്ണയ്ക്കകത്ത് എന്ത് ചെയ്തു? കുറച്ച് അപ്പം ഉണ്ടാക്കി കുറച്ച് മിച്ചം വന്നു. അപ്പോൾ അടുത്ത ഒരു തവണയും കൂടെ എടുത്താൽ അത് തീരും. പക്ഷേ അടുത്ത മഴ എന്ന് പെയ്യുന്നു അതുവരെ നിൻ്റെ കലത്തിലെ മാവ് കുറയത്തില്ല. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ 1 കിലോ ഗോതമ്പൊടി മേടിച്ചൊരു ടിന്നിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നു. 10-15 ദിവസം നിങ്ങൾ ദിവസവും തുടർമാനമായിട്ട് വീട്ടുകാരെല്ലാം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പാട്ടയ്ക്കകത്ത് മൊത്തം ഗോതമ്പ് എന്ത് ചെയ്യും? തീരും. പക്ഷേ സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചപ്പാത്തി കഴിക്കാം. ദേശത്ത് മൊത്തം ക്ഷാമമായിട്ട് ജനം പട്ടിണി നടന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സറാഫാത്തിലെ വിധവയും മോനും എല്ലാ ദിവസവും അപ്പം ഉണ്ടാക്കി കഴിക്കുക. നല്ല ഒന്നാന്തര എണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് ആഹാരം കഴിക്കുക. എണ്ണ തീരുന്നില്ല. ഇതെന്നാ കാരണം? ഇതെന്താ അവിടെ സംഭവിച്ചത്? പ്രവാചകൻ തൻ്റെ അധികാരത്തെ ഉപയോഗിച്ചപ്പം നമ്മളാണ് എന്ത് ചെയ്താൽ, സറാഫാത്തിലെ വിധവ നിന്റെ ഗതി അതോ ഗതി, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ മകളെ അനുഗ്രഹിക്കണമേ, കർത്താവേ ഈ മകളുടെ ദാരിദ്ര്യം മാറ്റണമേ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഏലിയാവ് തൻ്റെ അധികാരത്തെ ഉപയോഗിച്ചു. വ്യത്യാസം മനസ്സിലായോ? അധികാരത്തെ ഉപയോഗിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അധികാരത്തെ ഉപയോഗിക്കുന്നില്ല? പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വരുമ്പം കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വിഷയങ്ങൾ വല്ലതും മാറിയോ? അതുമില്ല. കരഞ്ഞ് കണ്ണുനീര് പറ്റി ശരീരം ക്ഷീണിക്കുന്നതല്ല, അതൊന്നുമില്ല. പക്ഷെ അധികാരത്തെ ഉപയോഗിക്കുവാൻ പൗലോസ് പറയുകയാണ്, ഗിഫ്റ്റ് 9 ഗിഫ്റ്റുകളെ ഉപയോഗിക്കുക. ശ്രദ്ധിച്ചോണം. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് തന്നെ, ഒരാൾ സന്തോഷത്തോടെ തരുന്നതാണ് ഗിഫ്റ്റ്. നമ്മൾ ബർത്ത്ഡേ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ഗിഫ്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇനി ആ ഗിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുവാൻ തന്നയാളുടെ പെർമിഷന്റെ ആവശ്യമുണ്ടോ? പെർമിഷൻ ആവശ്യമില്ല. ഇനി ശ്രദ്ധിച്ചോണം, ഇത് തന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 9 കൃപാവരം ഉണ്ട്, ഗിഫ്റ്റാണ്, 9 ഗിഫ്റ്റുകൾ. ഈ കൃപാവരം നിങ്ങൾക്ക് കിട്ടിയതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും തെറ്റിദ്ധരിക്കല്ലേ. പകരം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഗിഫ്റ്റ് കൈവച്ചുകൊണ്ട് ആ പാക്കറ്റ് പോലും പൊട്ടിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഗിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കുക. നിങ്ങൾ എന്നോട് ഒരിക്കലും തെറ്റത്, ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരണം. നമ്മൾ ക്രിസ്തുവിൽ വളരണം. ആരെങ്കിലും മെഡിക്കൽ സ്റ്റോറുകാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ വേറെ ആരും കുറ്റപ്പെടുത്തുമല്ല. കർത്താവിൻ്റെ തിരുമുറിവിൽ നമുക്ക് ഡിവൈൻ ഹെൽത്ത് ഉണ്ട്. ഇത് നിങ്ങൾ ഓരോ ദിവസവും ഇതിൽ നടക്കുമ്പോൾ ഇത് നിങ്ങളിൽ വർക്കൗട്ട് ആവും, നിങ്ങളിൽ വർക്ക് ചെയ്യും. ദിവ്യ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രദർ ചോദിച്ചതുപോലെ, ബ്രദറെ പല ദൈവദാസന്മാർ രോഗം വന്ന് മരിച്ചവരില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നില്ലേ? രോഗം വന്ന് ജോർജ് ബ്രദറിനോട് ചോദിച്ചു കൊടുക്കുന്നുണ്ടോ, രോഗം വന്ന് മരിച്ചവരില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ബൈബിളിലേക്ക് നോക്കാം, നമുക്ക് യേശുവിലേക്ക് നോക്കാം. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ? നമുക്ക് ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത എത്രയോ പേരുണ്ട്. അപ്പം ഞാൻ നിന്നോട് പറയുന്ന ഒരു വാക്കെന്ന് പറയും, പ്രാർത്ഥിച്ചിട്ട് മാറിയവരെ നോക്ക്. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്? പിശാച് നമ്മളെ കൊണ്ടുപോകാൻ നോക്കുന്നത് പ്രാർത്ഥിച്ച് മാറാത്തവരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ടത്, എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് മുമ്പേ വാഗ്ദത്തം പ്രാപിച്ചവരെ നിങ്ങൾ അനുകാരികളാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് വാഗ്ദത്തത്തിൽ പരാജയപ്പെട്ടു പോയവരെയല്ല, വാഗ്ദത്തം പ്രാപിച്ചവരെ നമ്മൾ അനുഗമിക്കണം. ഇപ്പം നമുക്ക് അനുഗമിക്കാൻ ഇവിടെ ആരേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. ഇപ്പം യേശുവിനെ മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ. അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സംഭവിച്ചു. അതാണ് ഞാൻ ആ ബ്രദർ വെച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് പലരിലേക്കും.
ആരെ നോക്കരുത്? യേശുവിനെ നോക്ക്. ബൈബിൾ എന്തു പറയുന്നോ അതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ബൈബിൾ എന്തു പറയുന്നോ അതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിക്കണം. ബൈബിൾ പറയുന്നതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആരാണ് ശപിക്കപ്പെട്ടവൻ? ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. ഇനി ഞങ്ങൾ വന്ന് പറഞ്ഞാലും പിടിക്കരുത്. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി വന്നാലും പിടിക്കരുത്. ഹല്ലേലൂയ. വചനത്തിന് വിരുദ്ധമാണെങ്കിൽ എന്നാ ദൂതൻ ഇറങ്ങി വന്നാലും വിശ്വസിക്കരുത്. അത്രത്തോളം പ്രാധാന്യം ബൈബിൾ വചനത്തിനുണ്ട്. ആമേൻ. അപ്പോൾ ഇവിടെ ഏലിയാവ് വന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഏലിയാവ് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ നോക്കി, അത് മുഴുവൻ വായിച്ചു നോക്കി. ഏലിയാവ്, കർത്താവേ അവളുടെ കലത്തിലെ മാവ് നിറയ്ക്കണവേ, എണ്ണ വറ്റിപ്പോകരുതേ, ഒന്നും പറയുന്നില്ല. ഏലിയാവ് പറയുകയാണ്, ആദ്യം നീ പറഞ്ഞതുപോലെ അപ്പം ഇങ്ങെടുത്തുകൊണ്ട് വാ. അത് കൊണ്ടുവരുമ്പോൾ തന്നെ, നീ അനുസരിക്കുമ്പോൾ തന്നെ, നീ എനിക്ക് ആഹാരം തരുമ്പോൾ തന്നെ നിന്റെ കലത്തിലെ മാവ് തന്നെ വർദ്ധിച്ചോളും. അത് നിനക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. എനിക്ക് വന്ന മറ്റൊരു സ്ഥലത്ത് അവരത് ഉപജീവനം കഴിച്ചു എന്നൊരു വാക്ക് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞാൻ വായിച്ചതിൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്കറിയത്തില്ല. മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അത് അവരെടുത്തത് ഉപജീവനം കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ അഹോവൃത്തി കഴിക്കുവാൻ ഇടയായി തീർന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, വീണ്ടും സോറി, ആരാ ഇപ്പോൾ ആ വാക്ക് ഇട്ട് തന്നത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം, എനിക്ക് പറയാം, ഞാൻ ആ വാക്യം കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ജൂലി സഹോദരിയാണ് അത് ഇട്ട് തന്നത്. ആ 4-ാം വാക്യം ഞാൻ ആ വാക്യം കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ഇന്നത്തെ വാക്യം നമ്മൾ എടുക്കേണ്ട വചനം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് നോക്കാൻ, ഇത് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന, എലീശായോട് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം പറക എന്ന് പറഞ്ഞു. ഒരു ഭരണിയിൽ എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ ഇത് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഇവിടെ മുതൽ നോക്കിക്കോണേ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൻ ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, എനിക്കും നിനക്കുമല്ലാതെ ഇപ്പോൾ കടക്കാരൻ, ശ്രദ്ധിച്ച കടക്കാരൻ, ഒരു നല്ല വാക്യം, കടക്കാരൻ എൻ്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോയി. അങ്ങനെയാണ് ഒരു ബ്ലേഡുകാരൻ്റെ പൈസ മേടിച്ച ഒരു ദൈവദാസൻ. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം എന്തോ കാരണത്താൽ മരിച്ചുപോയി, അറ്റാക്ക് വന്നോ എന്തോ കാരണത്താൽ പുള്ളി മരിച്ചുപോയി. അപ്പോൾ കടക്കാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീട്ടിൽ വന്നിട്ട് ഈ മനുഷ്യൻ്റെ 2 മക്കളെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആലോചിച്ച് നോക്കി, കടക്കാരൻ വന്ന് 2 മക്കളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? മൊബൈൽ എടുക്കുന്നു, ഉടനെ അടുത്ത കടക്കാരനെ വിളിക്കുന്നു, വീട്ടുകാരെ വിളിക്കുന്നു, ബാങ്ക് കൊണ്ട് ആധാരം വെച്ചിട്ട് കടം തീർക്കാൻ വേണ്ടി. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടിലെടുക്കുന്ന എന്തുവാ? ലോട്ടറി എടുക്കുന്നു, ആധാരം വെക്കാൻ വേണ്ടി നോക്കുന്നു, അവരെ വിളിക്കുന്നു, ആങ്ങളെ വിളിക്കുന്നു, പെങ്ങളെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു. പക്ഷേ ഈ സഹോദരി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഏലീശ, ഈ സഹോദരി നേരെ ഓടിപ്പോയത് ഏലീശ എന്ന പ്രവാചകന്റെ അടുക്കിലേക്കാണ്, ഗിൽഗാലിലേക്ക്. പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്ന എന്തിനു വേണ്ടി? അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഏലീശയോട് പറയുകയാണ്, നിന്റെ ദാസനായ യഹോവ ഭക്തനായിരുന്നു, ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒന്ന് ആലോചിച്ച് നോക്കി. കടക്കാരൻ വന്ന് വീട്ടിൽ 2 പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പം ഏലീശ ചോദിക്കുവാണ്, നിനക്ക് എന്ത് തരണം? നിങ്ങളാണ് എന്നെ പറഞ്ഞേനെ, നിങ്ങളാണ് എന്നെ പറഞ്ഞേനെ. നിങ്ങൾ വേറെ 2 ലക്ഷം രൂപ വായ്പ തരാമോ, ഞാൻ അടുത്ത മാസം തിരിച്ച് എങ്ങനെയും തരാം, വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ആളിനും തരാം. ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ. ഏലീശ ചോദിക്കുക, നിനക്ക് എന്താ ഞാൻ ചെയ്ത് തരേണ്ടത്? നമ്മൾ പറയും, എനിക്ക് വേണം, അത്യാവശ്യമാണ്. ഉടനെ തിരിച്ചവിടെ മറുപടി കണ്ടോണം, നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ചോദിച്ചപ്പോഴേക്കും മറുപടി ഉടനെ പറയുകയാണ്, എനിക്കുള്ളത് പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നത്, നിനക്ക് എന്നാ ഉള്ളത്? അപ്പം നമ്മളോർക്കും പണയം വെക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, നിന്റെ വീട്ടിൽ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു. ഉടനെ ആ സഹോദരി പറയണം, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. കടക്കാരൻ വന്ന് ആ സിറ്റുവേഷൻ നോക്കി, ബ്ലേഡുകാരൻ വന്നിട്ട് മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ എന്നാ ഉണ്ട് പണയം വെക്കാൻ വേണ്ടി എന്ന ചിന്തയിലായിരിക്കും നമ്മളിരിക്കുന്നത്. ഉടനെ ആ സഹോദരി പറയണം, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കണം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും ഒരു
വെറും പാത്രം വാങ്ങിക്കുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രത്തിലൊക്കെയും പകരുക, നിറഞ്ഞ് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടും അകത്ത് കടന്ന് വാതിലടച്ചു. അവൻ അവരുടെ അടുക്കൽ പാത്രങ്ങളെ വെക്കുന്നതും അവൾ പകരുന്നതും ഒക്കെ ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവനോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവൻ അപ്പം തന്നെ എണ്ണ തീർന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാക്യം വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? ഒരു കുപ്പി, ഞാൻ അങ്ങനെ പറയണം, ഒരു കുപ്പി എണ്ണ മാത്രം ഉണ്ടായിരുന്നൊരു വീട്ടിൽ കടം കയറി കടക്കാരെ പിടിച്ചോണ്ട് പോകാൻ നിൽക്കുന്ന വീട്ടുകാരിപ്പോൾ എണ്ണ വിറ്റ് ജീവിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മാത്രം എണ്ണ എവിടുന്ന് വന്നു? ഇതിന് മാത്രം ദൈവം തന്നു. എന്തുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഓരോ പ്രശ്നത്തിലേക്ക് അകപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്നില്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ ഫോണിലിരിക്കുന്ന നമ്പറുകൾ പലതും ദൈവത്തിൻ്റെതല്ല. പകരം നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള പല വഴികളെ നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോക്കിലുള്ള പലിശക്കാരൻ്റെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കടം മേടിക്കാൻ സാധ്യതയുള്ള സകലരുടെയും നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇവരെ എല്ലാം വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു വഴി കിട്ടിയാൽ, ദൈവമേ സ്തോത്രം, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലേഡുകാരൻ എനിക്ക് വഴി തുറന്നു വന്നു, ദൈവത്തിന് സ്തുതി, ഒരു സാക്ഷ്യം നമ്മൾ പറഞ്ഞു. കണ്ടോ? ഹല്ലേലൂയ. പക്ഷെ ഇവിടെ അത്ഭുതങ്ങൾ തുറക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ നിങ്ങൾ നോക്കി, ഏലീശ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പോലുമില്ല. അതാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കുറയും. തെറ്റിദ്ധരിക്കരുത്. എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ പ്രാർത്ഥന കുറയും. നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഒറ്റ വാക്കിൽ അതുണ്ടായി വരും. ഇവിടെ ഏലീശ, നിങ്ങൾ ആ വചനം വായിച്ച് നോക്കി. ഏലീശ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, എണ്ണയും കൊണ്ടുപോകാൻ, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഏലീശ എണ്ണ പിടിച്ചുകൊണ്ട്, കർത്താവേ, ഈ എണ്ണ അവൾ ഒഴിക്കുമ്പോൾ പാത്രത്തിൽ വരണമേ, ഈ എണ്ണ വർദ്ധിക്കണമേ, അത്ഭുതം നടക്കണമേ. ഇതൊന്നും ഏലീശ പ്രാർത്ഥിക്കുന്നില്ല. ഏലീശ പറയുകയാണ്, നീ അടുത്ത വീട്ടിൽ പോയിട്ട് പാത്രമൊക്കെ മേടിക്കും. എനിക്ക് തോന്നുന്നത് ആ ചെറുക്കൻ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി കുസൃതിയായിരുന്നു തോന്നുന്നു. കാരണം അവൻ, ഞാൻ ചോദിച്ചോട്ടെ, അടുത്തുള്ള വീട്ടിലേക്ക് ഇനിയും വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 10 വീട്ടിലൂടെ പോകാൻ നമ്മൾ പുള്ളി അങ്ങ് മടുത്തുപോയി. പുള്ളി പറഞ്ഞു, ഇനി പാത്രമില്ല, ഒന്നുമില്ല, ഉള്ളത് മതിയെന്ന് പറഞ്ഞു. ഉടനെ എന്നെ സംഭവിച്ചെന്ന് അറിയാവോ? എണ്ണ നിന്നു. 6-ാം വാക്യം വായിച്ച് നോക്കി. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൻ തൻ്റെ മകനോട് ചോദിക്കും, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൾ അവനോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ഗ്രാമത്തിലും കൂടെ ചെന്നിരുന്നെങ്കിലോ? എണ്ണ പിന്നെയും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ നിങ്ങൾ മതിയെന്ന് പറയുന്നത്, അതുവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി കൈയും വെച്ചുകൊണ്ടാണ് വിശ്വാസി ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലെ അതിനേക്കാളും ഗതിയില്ലാതെ ജീവിക്കുന്ന നിങ്ങൾ. ഇത്രയും സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇതെവിടെ നിന്ന് എണ്ണ വന്നത്? ഒന്ന് അന്വേഷിച്ച്. ഇന്നലെ വരെ ഒരു കുപ്പി എണ്ണ മാത്രമുള്ള കടക്കാരും മക്കളെ പിടിച്ചുകൊണ്ട് അടിമകളാക്കാൻ നിന്ന നിലവിളിയും കരച്ചിലും ബഹളവും നടന്ന വീട്ട് ഇപ്പം എണ്ണ വിറ്റ് കാശായി. മിറക്കിൾ മണി എന്നൊക്കെ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് ഇത്. വർദ്ധിക്കുന്ന ദൈവത്തെ കണ്ടോ? അവരുടെ ഇതൊക്കെ നിങ്ങൾക്ക് ബ്രദറെ എൻ്റെ ജീവിതത്തിലൊക്കെ നടക്കുമോ? ആ അടുക്കളയിൽ പോയിട്ട് ആ കഞ്ഞിക്കളത്തെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കും, വർദ്ധിക്കട്ടെ എന്ന് പറ, വർദ്ധിക്കട്ടെ എന്ന് പറ. എനിക്കറിയാവുന്നൊരു സഹോദരി അങ്ങനെ പ്രാർത്ഥിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്നും ചെയ്ത് നോക്കാറില്ല. ഇതെല്ലാം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കിട്ടിയിട്ട് ഉപയോഗിക്കാൻ നിൽക്കുക. ഓ ബ്രദറെ, നാളെ അതിനുള്ള കൃപ എനിക്ക് ലഭിക്കും. കിട്ടത്തില്ല. നിങ്ങൾ അവസാനം മരിക്കുന്നോടം വരെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കും. സഹോദര, ഗിഫ്റ്റ് കിട്ടി, ഗിഫ്റ്റ് ഉപയോഗിക്ക്, ഗിഫ്റ്റ് ഉപയോഗിച്ച് ശീലിക്ക്, ഉപയോഗിച്ച് അതിൽ ആക്ടിവേഷൻ ആക്കുക. ആ ഗിഫ്റ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, കൃപാവരങ്ങളെപ്പറ്റി നിങ്ങൾ അറിവില്ലാത്തവർ ആകരുത്. 2 മണിക്കൂർ സുവിശേഷം പറയുകയല്ല വേണ്ടത്. ആ 2 മണിക്കൂർ സുവിശേഷം പറഞ്ഞെങ്കിൽ 1 മണിക്കൂർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും അവരുടെ ഇവരൊക്കെ വിശേഷം തിരക്കുമ്പം അവരെല്ലാം പറയത്തില്ലോ ഭയങ്കര രോഗമാണ്, ഭയങ്കര വിഷയം, അയ്യോ കഷ്ടം എന്ന് പറയാതെ ഒന്ന് മാറ്റി നിർത്തിയിട്ടൊന്ന് പറഞ്ഞാൽ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോട്ടെ. ഇതൊക്കെ ഒരു അവസരമായിട്ട് കാണും. അങ്ങനെ ജ്വലിപ്പിച്ചാൽ എന്നെ ഗുണമെന്നറിയാമോ? നിങ്ങൾ വളരും, ക്രിസ്തുവിൽ നിങ്ങൾ പുഷ്ടി പ്രാപിക്കും. പിന്നെ നിങ്ങൾ ഈ കറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റ വാക്ക് ഏലീശയെ കണ്ടില്ലേ, ചുമ്മാ അങ്ങ് പറയുക, പാത്രം മേടിച്ച് അങ്ങ് ഒഴിക്കും, വർദ്ധിക്കും. കാര്യം അവർക്ക് അപ്പം തന്നെ അറിയാം നടക്കാൻ പോകുന്ന ദൈവപ്രവർത്തിയെപ്പറ്റി ഭയങ്കര ബോധമാണ്. കാര്യം അവരെല്ലാ ദിവസവും ജീവിക്കുന്നത് അത്ഭുതങ്ങളിലാണ്. എല്ലാ ദിവസവും അത്ഭുതത്തിൽ ജീവിക്കുന്നവന് പിന്നെ അത്ഭുതം ഒരു വിഷയമല്ല. നമുക്കിപ്പോൾ എന്തുവാ, ഒരു അത്ഭുതം നടന്നാൽ എന്നെ വിഷയമല്ലേ, എന്നെ സന്തോഷമല്ലേ? ഇത് ദിവസവും നടന്നാലോ? ഇത് ദിവസവും നടന്നാൽ നമുക്കിതൊരു അത്ഭുതമല്ല, ഇതൊരു ശീലമാണ്. എലീശയെ സംബന്ധിച്ചിടത്തോളം ഈ കലത്തിൽ എണ്ണ വർദ്ധിക്കുന്നൊന്നും വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ചില പ്രസംഗങ്ങൾ പറയും ഇതിലൊന്നുമല്ല കാര്യം, ഇതാണ് പിശാചിൻ്റെ തന്ത്രം. പിശാചിനൊന്നും ഇഷ്ടമൊന്നുമല്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തലമുറകളെ ബ്ലേറുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുപദ്രവിച്ച് നാട്ടുകാരെല്ലാം കാണുകയെ യേശുവിനെ വിളിച്ചിട്ടും തകർന്ന് അരിപ്പടമായിട്ട് കുടുംബത്തെ തലമുറ മൊത്തം വഴിതെറ്റിപ്പോയി. ഇത് കാണുമ്പോൾ സഹോദര സഹോദരി ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കുന്ന പിശാചിൻ്റെ ആത്മാവാണ് സൂക്ഷിക്കേണ്ടത്. വേണമെങ്കിൽ എലീശയ്ക്ക് പറയാമായിരുന്നല്ലോ, ഇതെല്ലാം സഹോദരി ഇങ്ങനെയൊക്കെയാണ് ക്രിസ്തീയ ജീവിതം, കണ്ടോ നിന്റെ ഭർത്താവും മരിച്ചുപോയി, നിന്റെ മക്കളും പോയി, എങ്കിലും നീ ഭാരപ്പെടണ്ട, നിനക്കൊരു അനുഗ്രഹം ഉണ്ടെന്നല്ലേ എലീശ പറഞ്ഞത്. പീഡിത്തോണ്ട് വാ പാത്രം. ഒരുത്തനും നിന്റെ കുടുംബത്തിൽ കയറി എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നിന്റെ തലമുറയെ അപഹരിച്ചുകൊണ്ട് പോകുവാൻ സമ്മതിക്കത്തില്ല. എലീശയ്ക്ക് അങ്ങനെ പറയാമായിരുന്നല്ലോ. എലീശ ഇത് കേട്ടപ്പം പെട്ടെന്ന് ആലോചിച്ച് നോക്കി. എലീശയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തൊരു പ്രതിവിധിയുണ്ട്. ദൈവത്തെ വിളിക്കുന്നവന് പ്രതിവിധി ഉണ്ടെന്നേ. അതിൽ എണ്ണയില്ലെങ്കിലും കലത്തിൽ മാവില്ലെങ്കിലും വഴിയില്ലെങ്കിലും വാതിലില്ലെങ്കിലും ദൈവത്തെ വിളിക്കുന്നവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ, ഇതാണ് യേശുവിൻ്റെ ജനറേഷൻ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, കൃപാവരങ്ങളെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ ഈ സിട്രിസനും അസത്രോ മരുന്നിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ തെറ്റിപ്പോകായിരിക്കില്ല, മോണ്ടക്കെൽസിയോ അങ്ങനെയൊക്കെ കുറേ മരുന്നുണ്ടായിരുന്നു. ഇതില്ലാതെ എനിക്ക് ഒരു മാസം പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഇതില്ലാതെ പറ്റത്തില്ല. ഞാൻ ഈ UK വന്നപ്പോഴാണ് പെട്ടുപോയത്. കാര്യം ഇവിടെ ആണെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു സാധനം തരത്തില്ല, ഒരു ആൻറ്റിബയോട്ടിക് കിട്ടത്തില്ല ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇതില്ലാതെ എന്ത് ചെയ്യും. അവസാനം കർത്താവിൻ്റെ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, കർത്താവെ യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, തുമ്മൽ വരും, ഇത് പറയാൻ തുടങ്ങി, മാറുന്നില്ല. പിന്നെ കാര്യം എന്താ, കിട്ടത്തില്ല ഇവിടെ, ഒരു തരത്തില്ല, അതുപോലെ പാടാ കിട്ടാൻ. അവസാനം എന്ത് ചെയ്തു, യേശുവിലുള്ള തിരുമുറിവിൽ വിശ്വസിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ, ഇപ്പോൾ എനിക്ക് ആ മരുന്നിലായിരുന്നു ഞാൻ മറന്നു. ഇപ്പം നിങ്ങൾ ഓർത്തപ്പോഴാണ് ഞാനത് പറഞ്ഞത്. മറന്നുപോയി 3 വർഷമായിട്ട്. കണ്ടാൽ ഞാനത് ഉപയോഗിച്ചില്ലേ. കാര്യം എൻ്റെ മുമ്പിൽ നേരത്തെ എൻ്റെ തൊട്ടടുത്തായിരുന്നു മെഡിക്കൽ സ്റ്റോർ. എൻ്റെ വീട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്ട് എനിക്ക് വളരെ ഈസി ആയിരുന്നു. വേഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം, മെഡിക്കൽ സ്റ്റോറുകൾ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് പോയി മേടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓപ്ഷൻ നഷ്ടപ്പെട്ടപ്പോൾ ടെൻഷൻ കയറി. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ, ഇനി ഒറ്റ വഴിയുള്ളൂ, യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യം. കണ്ടോ, അതിലേക്ക് ഫോക്കസ് കൊടുത്തു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ശീലിക്കാൻ തുടങ്ങി. അന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇനി മുതൽ ഓരോ ദിവസവും ഈ ക്രിസ്തുവിൽ വളരുവാൻ ശ്രമിക്കും. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് മരുന്നുകൾ യൂസ് ചെയ്തിട്ട്, കുറേ നാളുകളായി ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് തന്നെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ മരുന്നിൻ്റെ പേര് തെറ്റിപ്പോയേക്കാം, എന്നോട് ക്ഷമിക്കണം. കുറേ നാളുകളായി മരുന്നുകൾ യൂസ് ചെയ്യുക. ഞാൻ മരുന്നുകൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഒറ്റ സുപ്രഭാതമല്ല, നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത കിടപ്പുണ്ട്. ഒന്ന് ഉപയോഗിച്ചൊന്ന് ശീലിച്ച് നോക്കിക്കേ. ഇവിടെ നിങ്ങൾ നോക്കി, കടഭാരത്തിൽ നാം ഞെരുങ്ങുന്ന സമയത്ത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെയൊക്കെ അത്ഭുതങ്ങൾ നടന്നുകൂടാ? എലീശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് എനിക്ക് വേണ്ടി 9 കൃപാവരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഈ കൃപാവരങ്ങളിൽ എണ്ണയെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന സ്പിരിറ്റ് ഓഫ് മിറക്കിൾ അവിടെയുണ്ട്. സ്പിരിറ്റ് ഓഫ് മിറക്കിൾസ്. ചിലർക്ക് വീര്യപ്രവർത്തികളുടെ വരവെന്ന് ഞാൻ പറഞ്ഞില്ല, വീര്യപ്രവർത്തികൾ, മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള വരവാണ് സ്പിരിറ്റ് ഓഫ് മിറക്കിൾ എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് മിറക്കിൾ. ഈ വരവും വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കിടന്ന് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി, നമ്മുടെ കംഫർട്ട് സോണുകൾ ഒത്തിരി സമയം കയറിപ്പോയല്ലേ. നമ്മുടെ കംഫർട്ട് സോണുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ മുമ്പിലെ സാധ്യതകളെ നിങ്ങൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം, പലപ്പോഴും നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ഞാനത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, അതോ ഇത് മതി ബ്രദറെ എന്ന് പറയുന്നതാണോ?
താല്പര്യമുണ്ട്. വേറെ സമയം നീണ്ടുപോയാലും കുഴപ്പമില്ല മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അറിയാൻ ആഗ്രഹമുണ്ട് ബ്രദറെ, ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചിലർ ഡ്യൂട്ടിയിലാണ്, പല രാജ്യത്തുള്ളവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഹെഡ്സെറ്റും വെച്ച് കേൾക്കുന്നവരുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ട് കേൾക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെയൊക്കെ ഏതെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത് വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. കാര്യം ഇത്ര റിസ്ക് എടുത്ത് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കൂടുന്നെങ്കിലും പലരും നമ്മൾ നേരിൽ കണ്ടിട്ടില്ല. ഏതെങ്കിലും സമയത്ത് കർത്താവ് നമ്മളെല്ലാവരും നേരിട്ട് കാണാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ സ്തുതിക്കുന്ന. കാര്യം മുൻപരിചയങ്ങളില്ലാതെ ക്രിസ്തുവിൽ വർഷങ്ങളായിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ തന്നു, വലിയൊരു ആത്മബന്ധം നമുക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും നമ്മൾ നേരിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ എനിക്ക് വളരെ ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ആ ഒരു വളർച്ചയിലേക്ക് പോവാം. അപ്പോൾ കൃപാവരങ്ങൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ നാളെ മുതൽ ഞാൻ ചോദിക്കും, എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? നിങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചോ? നിങ്ങൾക്ക് പ്രവചിക്കാം. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന് കാണാൻ കഴിയുന്ന വരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പോവാം. ഓരോ വരങ്ങൾ എടുക്കുന്നുണ്ട്. നാളെ നമ്മൾ 7 ആത്മാക്കളെ പറ്റി ചിന്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 7 ആത്മാക്കളും 9 കൃപാവരമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ പല വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെ മുൻകൂട്ടി കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങൾ അതെല്ലാം അതേപോലെ കർത്താവ് ചെയ്തിട്ടുമുണ്ട്, അതേപോലെ കർത്താവ് എന്നെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവിന് പറഞ്ഞുകൂടാ? നമ്മുടെ എറണാകുളത്ത് നടക്കാൻ പോകുന്ന മീറ്റിംഗ് ദൈവം എന്നെ മുന്നമേ കാണിച്ചതാണ്. എറണാകുളത്ത് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്, പക്ഷേ ഓഗസ്റ്റിലെ കർത്താവ് ആ മീറ്റിംഗ് കാണിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. പല മീറ്റിങ്ങുകളെയും ഈ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും കർത്താവ് മുൻകൂട്ടി കാണിക്കുന്ന വരമാണ് പ്രവചന വരം. ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന സമയത്ത്, എനിക്കറിയാം നിങ്ങൾ ഒത്തിരി ഭാരങ്ങളും വിഷയങ്ങളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരിക്കണം. നിങ്ങളൊരു പേനയും പേപ്പറുമായിട്ട് ഇന്ന് മുതൽ ഇരിക്കണം. ഓർത്തോണം, ഒരു ഡയറിയോ, ഇന്ന് തന്നെ ഒരു പുതിയ ഡയറി, പഴയ നിങ്ങൾ പറ്റുബുക്കൊന്നും എടുത്തുകൊണ്ട് വന്നേക്കല്ല, പുതിയ ഡയറി മേടിച്ച് പുത്തനൊരു പേന ഉണ്ടെങ്കിൽ ഇല്ല പഴയ പേനയാണെങ്കിൽ ഇരിക്കണം. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കുറച്ച് നേരം കാണണം. അന്യഭാഷ വര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അന്യഭാഷയെ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും, എല്ലാവരും കടന്നു കഴിയുമ്പോഴേക്കും, അതായത് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, രാത്രിയിലോ എപ്പോഴും പകലോ കുഴപ്പമില്ല, ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇരിക്കണം. എന്നിട്ട് വളരെ കൂളായിട്ട്, കർത്താവേ, ഈ 9 കൃപാവരം എൻ്റെ അകത്തുണ്ട്. ശ്രദ്ധിച്ചോണം, എൻ്റെ അകത്തുണ്ട്. 10 മിനിറ്റാണെങ്കിലും മതിയെന്നേ. 5 മിനിറ്റ്, ആദ്യമൊക്കെ 5 മിനിറ്റ് വട്ടത്തില്ലെങ്കിൽ പിന്നെ അത് മണിക്കൂർ പൊക്കോളും. പേരയും പൊക്കോളും. 9 കൃപാവരം ഉണ്ട് കേട്ടോ. പൗലോസ് ലീഗ പറയും, തിമോഥെയോസേ, നിന്നിലിരിക്കുന്ന കൃപാവരം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടും. നമുക്കൊരു പ്രവൃത്തി കാണുമ്പം നമുക്ക് കുറച്ചും കൂടെ ബലമാണ്, ഒരു ധൈര്യമാണ്, കോൺഫിഡൻസ് കൂടും നമുക്ക് ചെയ്യുമ്പോൾ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് ചോദിക്കണം എന്തെങ്കിലും കാണിച്ചാൽ. എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാണുന്നു എന്ന് നിങ്ങൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം എഴുതണം, ഒന്ന് നോട്ട് ചെയ്യണം. അതൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം പിന്നെയും പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെയും നിങ്ങൾ എന്താ കാണുക, അതായത് ഒരേ കാര്യം തനിയാവർത്തനമായിട്ട് പിന്നെയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, നമ്മളൊന്ന് കാണുന്ന കാഴ്ച പിന്നീട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വീണ്ടും കാണാൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ കാണാൻ പുതിയ കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ തനിയാവർത്തനമായ ചില കാഴ്ചകൾ പിന്നെയും വരുന്നുണ്ടെങ്കിൽ ആ വന്ന കൂട്ടത്തിൽ ഏതോ ഒന്ന് ഈ കൃപാവരങ്ങളിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നോട്ട് ചെയ്യണം. എന്തായിരിക്കും കാണും? ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ഇടയിലൊരു കാര്യമായിരിക്കാം. അത് നോട്ട് ചെയ്യണം. എന്നിട്ട് കർത്താവ്, എനിക്ക് അടയാളങ്ങൾ എന്നോട് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരമില്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. തലേ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്താണുള്ള ബുദ്ധിമുട്ടുകളെ നോക്കിയിട്ടൊന്ന് കൽപ്പിക്കണം. യേശുവിൻ്റെ തിരുമുറിവിനാലുള്ള സൗഖ്യത്തെ കൽപ്പിക്കണം. അങ്ങനെ ഓരോ കൃപാവരങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വളരാൻ പറ്റും. ഇപ്പം എനിക്കത് തുടർമാനമായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ, ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആഴത്തിൽ നിങ്ങളുടെ ആ ഒരു കൃപാവരങ്ങൾ തുറക്കുന്നത് എനിക്ക് സ്പിരിറ്റിൽ അറിയാൻ പറ്റുന്നു. ഒത്തിരി ആളുകളുടെ ഉള്ളത്തിലേക്ക് അത് വലിയ കാര്യത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരുടെ ഉള്ളത്തിൽ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര റിലാക്സ് ആകുന്ന ഒരു മൈൻഡ് എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷം ചിലർ അനുഭവിക്കുന്നത് എനിക്ക് സ്പിരിറ്റിൽ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യേണ്ട കൂടെ. എന്ന് എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി.
നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ നിന്ന് എല്ലാ ദിവസത്തെ പോലെ വേദനയുള്ളവർ, ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. കൈവച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. കൈയോടെ വെച്ച് ഇപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി പോകും, ആർക്കൊക്കെയാണ് ആ രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും സൗഖ്യം ലഭിച്ചവർ? ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കിന്ന് പഴയ ഒരു കാലഘട്ടത്തിലേക്ക്, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് പോകാമെന്നേ. നിങ്ങളുടെ മുമ്പിലുള്ള ആ സാധ്യതകളേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യ്. നിങ്ങൾക്കും വേണ്ട ഇതേപോലെ വറ്റാത്ത എണ്ണകൾ നിങ്ങളുടെ ജീവിതത്തിലും വേണ്ടേ? മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി വായ്പ മേടിച്ചിട്ട് ആ പുള്ളിയുടെ വായിരിക്കുന്ന മുഴുവനും കേട്ടിട്ട് നീ വലിയ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ തല കുനിച്ചിട്ട് സഹോദര സാരമില്ല, ഇതൊക്കെ കർത്താവ് നിമിത്തം നീ അനുഭവിക്കേണ്ടതെന്ന് പറയുന്ന പിശാചിൻ്റെ ഉപദേശത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇല്ല ചായ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുപ്പിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നും എൻ്റെ കർത്താവ് അവൻ അത്ഭുത മന്ത്രിയാണെന്നും എനിക്ക് അവൻ ഗിഫ്റ്റുകൾ തന്നിട്ട് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ് സ്പിരിറ്റ്, ഇതെല്ലാം എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് ദാനം തന്നത് ഞാൻ വെറുതെ കൈയും കെട്ടി ഇരിക്കാൻ വേണ്ടിയല്ല. ഇതെല്ലാം ഉപയോഗിച്ച് എനിക്കും അനേകർക്ക് അനുഗ്രഹമായി യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണപ്പാ. ഞാനത് വിട്ടുകൊടുക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയോടെ വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ മാരക രോഗങ്ങൾ, വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടു മാറുകയാണ്. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങൾക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു, അത്ഭുതം വന്നിരിക്കുന്നു. ഈ നിമിഷം കൽപ്പിക്കുന്ന കർത്താവേ, ആ വേദനകൾ വിട്ടുമാറട്ടെ. ആ കൈയോടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലൂയ. കർത്താവോട് പറയുന്ന ഒരു ആൻഡ്രൂസിൻ്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവോട് പറയുകയാണ്. ആൻഡ്രൂസിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ആൻഡ്രൂസുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിലെ ഒരു കണക്ഷനാണ്. ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്തുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കാം. ഒരു ജെസ്സി എന്നൊരു പേരുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, വഴി തുറക്കട്ടെ. ആ സാമ്പത്തിക മേഖലകളെ ഞാനിപ്പോൾ കൽപ്പിക്കാൻ വേണ്ടി ഒന്ന് വിശ്വസിച്ച് നിങ്ങളുടെ കാലത്തിൽ ഇതേപോലെ നിറവ് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന ശമ്പളം നോക്കിയിട്ടല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ശമ്പളമൊക്കെ എന്നാ വന്നത്? അതിനേക്കാൾ മുമ്പ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്ക് വന്നിരിക്കുക. നീ ഒരു അനുഗ്രഹമാകുന്നു. അബ്രഹാമിനെ പറ്റി ദൈവം പറഞ്ഞത് അബ്രഹാമിൻ്റെ മുമ്പിലുള്ള ബ്ലേഡുകാരെ കണ്ടിട്ടല്ല ദൈവം പറഞ്ഞത്. അബ്രഹാമിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ള സാധ്യത ദൈവത്തിൻ്റെ നീ ഒരു അനുഗ്രഹമാണ്. നമ്മൾ അടുത്ത ദിവസം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മിസ്സാക്കല്ല്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമം. ഈ കൂട്ടത്തിൽ ഞാൻ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് വേദനയിൽ നിന്ന് മോചനം ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി ഒരു രോഗസൗഖ്യം ലഭിച്ചവർ, വേദനയിൽ നിന്ന് മോചനം ലഭിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള അവസരമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ കൽപ്പിക്കുന്ന വേദന വിട്ടുമാറട്ടെ, ബുദ്ധിമുട്ട് വിട്ടുമാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകണം. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എന്റെ ചെവി വേദന മാറും ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ. എന്നാ പറ്റിയതായിരുന്നു? ഈ ചെവിയുടെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. അത് മാറി, വാ തുറക്കാൻ പോലും വയ്യായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ അത് മാറി. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയിരുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മുട്ടിന് ഭയങ്കര വേദനയായിരുന്നേ. എന്റെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു വേദനയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോ അത് മാറി. ആമേൻ. സൂസൻസിനെ കണ്ട് കുറെ നാളായി. കർത്താവ് അനുഗ്രഹിയുടെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. മുട്ടിന് എത്ര വർഷമായിട്ട് വേദനയായിരുന്നു സൂസൻസിസ്റ്ററെ? എനിക്കറിയത്തില്ല, ഒത്തിരി വർഷങ്ങളായി ബ്രദറെ. ഓ, ഇപ്പൊ അത് മാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കൈ സൗഖ്യമായി. എന്റെ കൈക്ക് ഇടത് കൈക്ക് ഭയങ്കര വേദനയും വെട്ടലും. എത്ര നാളായിട്ട്? എനിക്കൊരു 6-7 മാസമായിരുന്നു തുടങ്ങിയിട്ട്. ഇപ്പൊ വേദന മാറി. കൈ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുക, ഉയർത്താൻ പറ്റുകയില്ലായിരുന്നു. ഓ സ്വോത്രം. കർത്താവ് 7 മാസം ഒരു കൈ ഉയർത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് ഒരു സൗഖ്യമാക്കിയിരുന്നു. നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ബ്രദറെ. പറഞ്ഞു. സാക്ഷ്യമാണോ? അല്ല ബ്രദറെ, എന്റെ സഹോദരന് അസുഖം കൂടി വെന്റിലേറ്ററിലാണ് ബ്രദറെ. ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ.
ഞങ്ങൾ ഒരുമിച്ചൊന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ ഒരുമിച്ചൊന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങിനെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് രോഗി സൗഖ്യമായി പുറത്തു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുത മന്ത്രി വീരനാം ദൈവം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അങ്ങ് തൊട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. മറ്റാരെങ്കിലും വേദനയിൽ നിന്ന് മാറിയവരുണ്ടോ? എന്റെ ഷോൾഡർ പെയിൻ രണ്ട് ഷോൾഡറിനും വേദനയായിരുന്നു ബ്രദറെ. എത്ര നാളായിട്ട് അതുകൂടെ പറയണം നിങ്ങളെ. ഹലോ എത്ര നാളായിട്ട്? ബ്രദറെ, എന്റെ ഒരു 5-8 മാസമായിട്ട് എന്റെ കൈയിന്റെ 2 ഷോൾഡർ മുതൽ താഴെ വരെ കൈ വരെ വേദനയായിരുന്നു. പൊക്കാൻ പറ്റില്ല, ബാക്കോട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അതിപ്പം കുറഞ്ഞ് വേദനയില്ല. കഴുത്തിന്റെ ഇപ്പൊ മാറി. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇപ്പോൾ സാക്ഷ്യം നമുക്ക് പിന്നെയും കേൾക്കാം. ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ മീറ്റിംഗ് ഞാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന മീറ്റിംഗ് നമ്മൾ ദുബായ് വെച്ച് ചെയ്യുവാൻ വേണ്ടി ഒരു പ്ലാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ദുബായിലേക്ക്, മിഡിൽ ഈസ്റ്റിലുള്ളവർ ദുബായിലേക്ക് വരുന്നത് കുറച്ചും കൂടെ നല്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ അതിന് വിസ വേണ്ടേ, കാശ് വേണ്ടേ, വണ്ടിക്കൂലി വേണ്ടേ? എൻ്റെ പൊന്നു സഹോദരൻ പ്രാർത്ഥിക്കും, മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ദൈവമൊക്കെ ഉള്ളതാണ്. ഫ്ലൈറ്റേ കയറേണ്ടത് ലോകത്തിലെ യേശുവിൽ വിശ്വസിക്കാത്ത മദ്യത്തിൽ മയക്കുമരുന്ന് നടക്കുന്നവന് ലോകത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവന്, ദൈവത്തെ വിളിക്കുന്നവന് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ടിയ ദൈവം ഇതല്ല ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പലരും പറഞ്ഞു, ബ്രദറെ ഞാൻ അവിടെയാണ്, ഞാൻ ഇവിടെയാണ്, ഞാൻ ഖത്തറിലാണ്, എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഞെരുക്കത്തിൽ ജീവിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തരുന്ന ദൈവമാണ്. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. നിങ്ങളുടെ നന്മ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞാനിപ്പോൾ നിങ്ങൾ ആരും സാക്ഷി ഇപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട. ഞാൻ സാക്ഷ്യം ചോദിക്കും, വേദന മാറിയത് ഇപ്പോൾ കമൻറ്റ് ചെയ്യരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി നിങ്ങൾ കരത്തിൽ എടുത്ത് നന്മകൾ വിതയ്ക്കണം. ഞാൻ വീണ്ടും ഇത് നിർബന്ധമൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് നിങ്ങൾക്ക് വിതയ്ക്കാം. വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകളും, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മീറ്റിംഗ് മാത്രമല്ല, വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഇതെല്ലാം ഉപകരിക്കും, സുവിശേഷത്തിന് വേണ്ടി ഉപകരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ എറണാകുളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ഹോള് അന്വേഷിക്കണം. നമ്മൾ ടൗൺ ഹാളാണ് നോക്കിയത്, പക്ഷേ ടൗണിൽ നമ്മൾ പുറത്തോട്ട് മാറാനാണ് നോക്കുന്നത്. തൃപ്പൂണിത്തറയിലോ വൈറ്റിലയിലോ ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കുക. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. അവർ ഓരോ നന്മകളും കർത്താവ് വിതയ്ക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ചയുണ്ടാകും. കടം മേടിക്കത്തില്ല, വായ്പ മേടിക്കത്തില്ല, വായ്പ മേടിക്കാതെ വാരി വിതറി കൊടുക്കുന്നവരാക്കി ദൈവവരെ മാറ്റുന്നതെന്നേപ്പാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങളെ കേൾക്കാം. ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവർക്ക് ഈ സമയത്ത് പറയാനുള്ള ഒരു സമയമാണ്. ഞാനൊരു കർത്താവിൻ്റെ പറയുവാണ്, ഒരു ജൂൺ മാസം 10-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് വാക്ക് പറയുകയാണ്. ജൂൺ മാസം 10-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് ഞാൻ കാണുന്നത്. ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെൺകുട്ടിയാണ്. ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ആ സർട്ടിഫിക്കറ്റിൽ ഒരു ഫോട്ടോ ഞാൻ കാണുന്നത്, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആ കുടുംബത്തിൽ ഞാൻ കാണുകയാണ്. ഈ ജൂൺ മാസം 10-ന് ജനിച്ച വ്യക്തിയുടെ കുടുംബത്തിലാണ് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ കർത്താവിൻ്റെ വാക്ക് പറയണം, കുടുംബത്തിൻ്റെ മേൽ ഇന്ന് കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. നിരാശകൾ ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം ആ കുടുംബത്തിൽ വെളിപ്പെടുന്നൊരു വാക്ക് പറയുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഏറ്റെടുത്തോണം. കർത്താവ് എന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഉറപ്പിക്കുന്നപ്പാ. കർത്താവെ, അങ്ങ് കുടുംബത്തെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പാ, അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. യേശുവിന് ആരാണിപ്പോൾ കമൻറ്റ് ചെയ്തേക്കുന്നത്? മൈ ഡോക്ടർ ബോൺ 10th ജൂൺ. ആരാത്? 4SV എന്നുള്ള പേരാണല്ലോ. ഞാൻ അല്ല, ഈ 4SV എന്നിട്ടേക്കുന്ന, അല്ല കൊച്ചുമോളല്ല, 4SV ആരാ ഇപ്പം എനിക്ക് കമൻറ്റ് ഇട്ടേക്കുന്നത്? സിസ്റ്ററുടെ ആരാ അത്? പറയാൻ പറ്റാ. ബ്രദർ, ഞാൻ ജൂൺ 10-ന് ജനിച്ചതാ. ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, ഒരു മോളുടെ സർട്ടിഫിക്കറ്റും കൂടെ ഞാൻ ആ കുടുംബത്തിൽ കാണുന്നുണ്ടായിരുന്നു. അത് ആരാ? എനിക്ക് 2 പെൺമക്കളുണ്ട്, 2 പേർക്കും സർട്ടിഫിക്കറ്റുകളുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്.
ഞാനൊരു സർട്ടിഫിക്കറ്റിൽ ഒരു ഫോട്ടോ പതിച്ച, അതായത് ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ നടുക്ക് വശത്തായിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പതിച്ചേക്കുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഞാൻ കാണുന്നത്. അതിലൊരു ഈ ബ്രൗൺ കളറിലെ പോലത്തെ ഒരു സർട്ടിഫിക്കറ്റാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അത് നടുക്കാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വരുന്നതായിട്ട് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റാൻ തലമുറകളെ ദൈവം തൊടുവാണ്. അവരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ അഡ്രസ്സ് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ മറ്റൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തമിഴ്നാട് സ്വദേശിയായ ഒരു വ്യക്തി വീടിൻ്റെ, അതായത് നിങ്ങൾ ആ വീട്ടിൽ ഞാൻ കാണുന്നത് ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലതുവശത്തായിട്ട് താമസിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു സ്വദേശികൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ വലതുവശത്ത് താമസിക്കുന്നത് ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി താമസിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇവിടെ കർത്താവ് പറയും, നിങ്ങളെ ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ അനർത്ഥത്തിൽ നിന്നും അവരെ വിടിവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് കർത്താവ് പറയുന്നു. ആരാണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണം. കർത്താവ് അവിടെ വലിയ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്ന കർത്താവ് അങ്ങ് നന്മ കൊണ്ട് നിറയ്ക്കുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിന്നെയും പ്രാർത്ഥിച്ചത് കർത്താവ് എന്നെ ഒരു വാക്കുണ്ട് പറയുന്ന ഈ ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം, പക്ഷേ ഞാൻ ആ വ്യക്തിയെ കാണുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പേര് മാത്രമേ കാണുന്നുള്ളൂ. ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ പറമ്പിൻ്റെ അകത്ത്, ഈ പറമ്പിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് വെച്ചാൽ ആ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് ഒത്തിരി കൈമാറ്റങ്ങൾ കഴിഞ്ഞു വന്ന ഒരു ഭവനമാണ്. പക്ഷേ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ പറമ്പിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, ആ വസ്തുവിൻ്റെ മേലേക്ക് ഒരു പ്രവൃത്തി വന്നിട്ട് എന്നോട് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, നഷ്ടങ്ങളുടെ മേൽ ദൈവം അതൊരു അനുഗ്രഹമാക്കി മാറ്റുമെന്നും ശാപങ്ങളെ ദൈവം നീക്കുന്ന ദൈവമാണെന്നും ആ കുടുംബത്തോട് പറയുവാണ്ട് വാക്കിന് കർത്താവ് പറയുന്നു. അത് നിങ്ങളിപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യും. അനിയത്തിയുടെ ഭർത്താവ് അല്ലേ? അത് ഏറ്റെടുത്തു. ആ കുടുംബത്തിന് വേണ്ടി പറഞ്ഞോണം. കർത്താവിനോട് പറയുന്ന കുടുംബത്തെ കർത്താവ് വലിയ അനർത്ഥത്തിൽ നിന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. മണ്ണുമായി ബന്ധപ്പെട്ട് നാശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം പുറത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നത് സമയം ഒത്തിരി കയറിപ്പോയി, ഒത്തിരി സമയം മുന്നോട്ട്. എനിക്ക് പിന്നെയും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഒത്തിരി ശുശ്രൂഷകൾ, കൃപാവരങ്ങളുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഇത് ലൈവായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതാണ്. ഇതിന് വചനം പറഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ഈ കണ്ടതെല്ലാം രോഗസൗഖ്യത്തിൻ്റെ വരം, കൃപാവരമാണ്. മിറക്കിൾസ്, അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ വരമാണ്. ഇപ്പം നമ്മൾ കേട്ട പ്രവചന വരങ്ങൾ, വേർഡ് ഓഫ് വിസ്ഡം, ഇതിനകത്തെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞത് 9 കൃപാവരങ്ങളെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തലമാണ്. അപ്പം സമയങ്ങൾ ഇനി നീട്ടി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ നമുക്ക് ഈ കാര്യങ്ങൾ ആഴങ്ങളിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. നമുക്കിപ്പം തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് കുറച്ചും കൂടെ സാക്ഷ്യം പറയാനുള്ളവരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നാളെ നമുക്ക് പറയുവാൻ അവസരമുണ്ട്. നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ നമുക്ക് കൂടുതൽ സമയങ്ങളിൽ സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. സാക്ഷ്യം പറയാനുള്ളവരാരും നിർത്തരുത്. എനിക്കറിയാം കുറേ പേര് പറയാൻ വേണ്ടിയുണ്ട്, പക്ഷേ നമുക്ക് തുടർമാനമായിട്ട് പിന്നെ കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു അവസരമുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. തുടർമാനമായിട്ട് നമുക്ക് പ്രാർത്ഥനകളിൽ പങ്കുചേരാം. എനിക്ക് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്ന കാര്യം വെച്ചാൽ അവരെല്ലാവരും രാത്രി പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ടവരുമൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്ര നേരം കൂടുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും ദൈവപ്രവർത്തികൾ കാണാനിടയായല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിറക്കിളായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് തുറക്കുന്നല്ലോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലത്തെ നമ്മുടെ ലൈവ്, ഇന്നലത്തെ എടുത്ത മീറ്റിംഗ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് സൗണ്ടുകൾ കയറി വന്നത് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇന്നോ നാളെയോ ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞോ ഇന്നലത്തത് പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചിന്തിക്കും. അപ്പം നാളത്തെ വചനവും ഈ കൃപാവരങ്ങളും 7 ആത്മാക്കൾ എന്നുള്ള
വചനത്തിൽ നമുക്ക് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് നാളെയും ചിന്തിക്കാം. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുവാനുള്ള തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അതെല്ലാം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഗോഡ് ബ്ലെസ് യു. ലൈവിൽ കാണുന്നത് അനുഗ്രഹിക്കുന്നു. നമുക്ക് സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.